ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മൂൺ നൈറ്റിന്റെ എപ്പിസോഡ് 2 ആണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണെന്ന് വെച്ചാൽ താൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നു എന്ന് തോന്നുന്ന മിസ്റ്റർ സ്റ്റീവൻ ഗ്രാന്റ് അങ്ങനെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. കാലിൽ കെട്ട്, താഴെ മണൽ, വാതിലിൽ സെലോ ടേപ്പ്. അവന്റെ റൂമിൽ ആകെ കൂടിയുള്ളത് ഒറ്റച്ചിറകുള്ള ഗസ് എന്നു പേരുള്ള ഗോൾഡ് ഫിഷും. സ്റ്റീവൻ അവന്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. എന്നും അവൻ അമ്മയെ കോൾ ചെയ്ത് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട്. സ്റ്റീവന്റെ അമ്മ അവന് ലെറ്ററുകൾ അയക്കാറുണ്ട്. ലണ്ടനിലുള്ള നാഷണൽ ആർട്ട് മ്യൂസിയത്തിലാണ് സ്റ്റീവൻ വർക്ക് ചെയ്യുന്നത്. അവനൊരു ടൂർ ഗൈഡ് ആവാനാണ് ആഗ്രഹം. കാരണം അതിന് മാത്രം ഈജിപ്ഷ്യൻ ഹിസ്റ്ററിയിലും പുരാണത്തിലും ഒക്കെ സ്റ്റീവന് നല്ല അറിവുണ്ട്. പക്ഷെ ബോസിന് അവനൊരു ടൂർ ഗൈഡ് ആക്കാൻ ആഗ്രഹമില്ല. അതുകൊണ്ട് സ്റ്റീവൻ എപ്പോഴും ഒരു സെയിൽസ്മാൻ ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നതുകൊണ്ട് തന്നെ സ്റ്റീവന് നല്ല ഉറക്കക്ഷീണമുണ്ട്. ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഡൈലനുമായിട്ട് പുറത്ത് കറങ്ങാൻ പോകുന്ന കാര്യം അവൻ പറഞ്ഞുറപ്പിച്ചിരുന്നു. ഈ കാര്യം ഡൈലൻ എന്ന് പറയുമ്പോൾ സ്റ്റീവന് താൻ അങ്ങനെ അവളോട് പറഞ്ഞതായിട്ട് ഓർമ്മയൊന്നും വരുന്നില്ല. എന്നാലും അവൻ ഡേറ്റിന് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. സ്റ്റീവൻ അങ്ങനെ ഫ്രണ്ട്സോ സംസാരിക്കാൻ വേറെ ആളുകളോ ഇല്ലാത്തതുകൊണ്ട് അവൻ എന്നും വഴി വെച്ച് കാണാറുള്ള ഒരു ഹ്യൂമൻ സ്റ്റാച്ചുവിനോട് സംസാരിക്കാറുണ്ട്. സ്റ്റാച്ചു പോലെ ഇരിക്കുന്ന ആളതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമെങ്കിലും അയാൾ അനങ്ങുകയോ തിരിച്ചൊന്നും പറയുകയോ ചെയ്യില്ല. അതാണ് അയാളുടെ ജോലി. ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാറുള്ള കാര്യങ്ങൾ ചെയ്ത് സ്റ്റീവൻ ബെഡിൽ കിടക്കുവാണ്. അവൻ മാക്സിമം ഉറങ്ങാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും ഉറങ്ങിപ്പോയി. പക്ഷെ എണീറ്റ് നോക്കുമ്പോൾ അവൻ ഏതോ ഒരു പർവ്വതനിരയിൽ താഴെ വീണ് കിടക്കുവാണ്. താടിയെല്ലൊക്കെ തെറ്റിയിട്ടുണ്ട്. സ്റ്റീവനൊന്നും മനസ്സിലായില്ല. അവന്റെ തലയിൽ അജ്ഞാതമായ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശബ്ദം പ്രധാനമായിട്ടും പറയുന്നത് സ്റ്റീവന്റെ ബോഡിയുടെ കൺട്രോൾ മാർക്കിന് വിട്ടുകൊടുക്കണമെന്നാണ്. പക്ഷെ ഈ മാർക്ക് ആരാണെന്ന് സ്റ്റീവൻ അറിയാൻ പാടില്ല. സ്റ്റീവന്റെ പോക്കറ്റിൽ നിന്ന് അവനൊരു പ്രത്യേക വസ്തു കിട്ടി. കുറെ പേര് അവനെ വെടിവെച്ച് ഓടിപ്പിക്കാൻ തുടങ്ങി. അവൻ ഓടിക്കേറി ചെല്ലുന്നത് ഒരാൾക്കൂട്ടത്തിന്റെ ഇടയ്ക്കാണ്. അവരുടെ ലീഡറായിട്ടുള്ള മിസ്റ്റർ ആർതർ ഹാരോയും അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. ഈ ആർതർ ഹാരോയും അവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും അമിത് എന്ന് പറയുന്ന ഒരു ഈജിപ്ഷ്യൻ ദൈവത്തിനെ ആരാധിക്കുന്ന ആളുകളാണ്. അമിത്തിനെ ആരോ തടവിലാക്കി വെച്ചിരിക്കുകയാണ്. പക്ഷെ അമിത് എന്ന് പറയുന്ന ദേവതയുടെ ശക്തിയുടെ ഒരു അംശം മിസ്റ്റർ ഹാരോയുടെ കയ്യിലിരിക്കുന്ന മുതലത്തലയുള്ള മാന്ത്രിക വടിയിലുണ്ട്. അതിലൂടെ ഒഴുകുന്ന അമിത്തിന്റെ ശക്തി വെച്ച് ആളുകൾ നല്ലവരാണോ മോശം ആളുകളാണോ എന്ന് മിസ്റ്റർ ഹാരോയ്ക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും. പക്ഷെ അമിത്തിന്റെ വിധി പറയലിന് ഒരു പ്രശ്നമുണ്ട്. ആളുകളുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും നോക്കിയിട്ടാണ് ഒരാൾ നല്ലവനാണോ മോശം ആളാണോ എന്ന് വിധി എഴുതുന്നത്. ഇതുവരെ തെറ്റൊന്നും ചെയ്യാത്ത ആളാണെങ്കിലും ഇനി ഫ്യൂച്ചറിൽ തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെങ്കിൽ അയാൾ തെറ്റുകാരനാണെന്ന് വിധിക്കപ്പെടും. അയാൾ മരിക്കുകയും ചെയ്യും. ഇതാണ് അമിത്തിന്റെ വിധി. ഇങ്ങനെ വിധി നടപ്പിലാക്കി ചിലർ മരിക്കുന്നത് സ്റ്റീവൻ നോക്കി നിൽക്കുന്നുണ്ട്. സ്റ്റീവന്റെ പോക്കറ്റിൽ കിടന്ന സാധനമാണ് ഗോൾഡൻ സ്കാരപ്പ്. ഇത് അമിത് എന്ന് പറയുന്ന ദേവതയുടെ ആയിരുന്നു. അത് മിസ്റ്റർ ആർതർ ഹാരോയുടെ കെട്ടിടത്തിലായിരുന്നു ഇരിക്കുന്നുണ്ടായിരുന്നത്. അതാണ് ഇപ്പൊ സ്റ്റീവന്റെ പോക്കറ്റിലുള്ളത്. ആൾക്കൂട്ടത്തിന്റെ അടിയിൽ നിന്ന് സ്റ്റീവനെ കണ്ടുപിടിക്കുന്ന ആർതർ ഹാരോ അവനോട് ആ സാധനം തിരിച്ചു തരാൻ പറയുന്നു. സ്റ്റീവൻ അതെടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും അവന്റെ ബോഡിയുടെ കൺട്രോൾ അവന് പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്നില്ല. അത് കൊടുക്കാതെ പോകാൻ നോക്കുന്ന സ്റ്റീവനെ ഹാരോയുടെ ആളുകൾ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സ്റ്റീവൻ പെട്ടെന്ന് ബ്ലാക്ക് ഔട്ട് ആവുകയാണ്. കണ്ണു തുറന്നു നോക്കുമ്പോൾ ചുറ്റും നിന്ന ഹാരോയുടെ ആളുകളൊക്കെ മരിച്ചു കിടക്കുന്നു. അവരെ കൊന്നത് സ്റ്റീവൻ തന്നെയാണ്. പക്ഷെ കൊല്ലുന്ന കാര്യമൊന്നും സ്റ്റീവൻ ഓർമ്മയില്ല. പേടിച്ചു പോയ സ്റ്റീവൻ ലൈസൻസ് പോലും ഇല്ലെങ്കിലും അവിടുത്തെ ഒരു ഐസ്ക്രീം ട്രക്ക് എടുത്ത് ഓടിപ്പിക്കാൻ തുടങ്ങി. ഹാരോയുടെ ആളുകൾ പിന്നാലെ വരുന്നു. പക്ഷെ പലവട്ടം ബ്ലാക്ക് ഔട്ട് ആവുകയും ബ്ലാക്ക് ഔട്ട് ആവുന്ന സമയത്തൊക്കെ ചുറ്റുമുള്ള ഹാരോയുടെ ആളുകളെ സ്റ്റീവൻ കൊന്നുകളയുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കൊല്ലുന്ന സമയത്തെ കാര്യമൊന്നും സ്റ്റീവൻ ഓർമ്മയില്ല. പിന്നീട് തിരിച്ച് ബോധം വരുമ്പോഴാണ് അവൻ ആലോചിക്കുന്നത് ഇവരെയൊക്കെ ആരാ കൊന്നതെന്ന്, എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ ഒട്ടും മനസ്സിലാവുന്നില്ല. പെട്ടെന്നൊരവസരത്തിൽ സ്റ്റീവൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുവാണ്. ഇപ്പൊ അവനവന്റെ റൂമിൽ തന്നെയാണ്. കാലിലെ കെട്ടും മറ്റു കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെയുണ്ട്. സ്റ്റീവൻ വിചാരിച്ചു ഇത് വെറും ഒരു സ്വപ്നമായിരുന്നെന്ന്. പക്ഷെ അത് അങ്ങനെ ആയിരുന്നില്ല. സ്റ്റീവന്റെ ഒറ്റച്ചിറകുള്ള ഗസ് എന്ന് പറയുന്ന ഗോൾഡ് ഫിഷ് ഇപ്പൊ 2 ചിറകുള്ള ഒരു ഗോൾഡ് ഫിഷ് ആണ്. സ്റ്റീവന് ഡൗട്ടായി. അവൻ മീൻകടയിൽ പോയി ചോദിച്ചെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല. ഒരു ദിവസം മുന്ന് സ്റ്റീവൻ തന്നെ മീൻകടയിൽ ചെന്ന് ഒറ്റച്ചിറകുള്ള മീൻ വേണമെന്ന് ആവശ്യപ്പെട്ടതായിട്ട് ആ കടയിലെ ലേഡി പറയുന്നുണ്ട്. പക്ഷെ താൻ അങ്ങനെ ചെയ്തതായിട്ട് സ്റ്റീവന് യാതൊരു ഓർമ്മയില്ല. അവൻ റെഡിയായി ഡേറ്റിന് വേണ്ടി ചെല്ലുവാണ്. പക്ഷെ ഡൈലനപ്പ് വരുന്നില്ല. അവളെ കോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് സ്റ്റീവന് കാര്യം മനസ്സിലാവുന്നത്. അവര് പറഞ്ഞുറപ്പിച്ച ഡേറ്റ് കഴിഞ്ഞു പോയിരിക്കുന്നു. അതായത് കറങ്ങാന്ന് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ 2 ദിവസമായി. ഡൈലൻ ഒറ്റയ്ക്ക് കറങ്ങാൻ പോവുകയും ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തു. സ്റ്റീവൻ അന്ന് വരാത്തതുകൊണ്ട് ഡൈലൻ പിണങ്ങിപ്പോയി. പക്ഷെ കഴിഞ്ഞ 2 ദിവസങ്ങൾ എന്ത് നടന്നെന്നോ താൻ എവിടെയായിരുന്നെന്നോ സ്റ്റീവൻ ഒരു ഓർമ്മയില്ല. അവൻ ആകെ വിഷമമാവാൻ തുടങ്ങി. താൻ എന്തോ മെന്റൽ പ്രോബ്ലം ഉള്ള ആളാണെന്ന് അവന് തോന്നാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും അവൻ സമാധാനത്തിന് വേണ്ടി അമ്മയെ വിളിക്കുന്നുണ്ട്. ഇത് ഗസ് തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവൻ ചോക്ലേറ്റ് കൊടുത്ത് നോക്കുന്നുണ്ട്. പക്ഷെ നോർമലി ചോക്ലേറ്റ് കഴിക്കാറുള്ള ഗസ് ചോക്ലേറ്റ് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. അത് ഗസ് അല്ലെന്ന് സ്റ്റീവൻ ഗസ് ചെയ്യുന്നു. അവന്റെ റൂം പരിശോധിക്കുമ്പോൾ ഒളിപ്പിച്ചു വെച്ച നിലയിൽ ഒരു ഫോണും ചാർജറും പിന്നെ ഒരു ലോക്കറിന്റെ കീയും അവന് കിട്ടുന്നുണ്ട്. ഫോണിൽ ലൈല എന്ന് പറയുന്ന നമ്പറിൽ നിന്ന് കുറെ മിസ്ഡ് കോൾ വന്നിട്ടുണ്ട്. പെട്ടെന്ന് ലൈല ഇങ്ങോട്ട് വിളിക്കുന്നു. സ്റ്റീവന് ലൈല മാർക്ക് എന്നാണ് വിളിക്കുന്നത്. അതെന്തുകൊണ്ടാണ് അവന് മനസ്സിലായില്ല. പക്ഷെ മാർക്ക് ആരാണെങ്കിലും അവന് വേണ്ടപ്പെട്ട ആളാണ് ലൈല എന്ന് സ്റ്റീവന് മനസ്സിലായി. പെട്ടെന്ന് ഫ്ലാറ്റിന്റെ ഉള്ളിൽ ആരോ ഉള്ളതുപോലെ സ്റ്റീവൻ അനുഭവപ്പെടുവാണ്. അവന് കണ്ണാടിയിൽ വേറെ ഒരു രൂപം കാണാൻ തുടങ്ങി. അവൻ പുറത്തേക്ക് ഓടിയപ്പോ അവിടെ കഴുകന്റെ അസ്ഥികൂടത്തലയുള്ള ഒരു പ്രത്യേക രൂപത്തിനെ കാണുവാണ്. പേടിച്ച് വീണ്ടും ബ്ലാക്ക് ഔട്ട് ആവുന്ന സ്റ്റീവൻ ഒരു ബസ്സിലാണ് എഴുന്നേക്കുന്നത്. ബസ്സിന്റെ പുറത്തും ആ രൂപം നിൽക്കുന്നുണ്ട്. ബസ്സിന്റെ ഉള്ളിൽ ഹാരോയും അയാളുടെ ആളുകളുണ്ടായിരുന്നു. സ്റ്റീവന്റെ കയ്യിലുള്ള ഗോൾഡൻ സ്കാരപ്പ് തേടിയാണ് അവർ വന്നിരിക്കുന്നത്. അവിടുത്തെ CCTV ഓപ്പറേറ്ററോടും സെക്യൂരിറ്റിയോടും ഒക്കെ കുറച്ച് ആളുകൾ തന്നെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് സ്റ്റീവൻ പറയുന്നു. പക്ഷെ മ്യൂസിയത്തിൽ തന്നെ ജോലി ചെയ്യുന്ന കുറച്ച് ആളുകൾ ഹാരോയുടെ കൂടെയുള്ളവരായിരുന്നു. ഹാരോ വന്ന് സ്റ്റീവന്റെ അടുത്ത് അമിത്തിനെ പറ്റിയും അമിത്തിന്റെ വിധി നടപ്പിലാക്കുന്നതിനെ പറ്റിയും ഒക്കെ പറയുന്നു.
സ്റ്റീവൻ പേടിച്ചോടിപ്പോയി. ഇതിന്റെ ഇടയ്ക്ക് സ്റ്റീവന്റെ കയ്യിലും മന്ത്രോടി വെച്ച് വിധി നടപ്പിലാക്കാൻ മിസ്റ്റർ ഹാരോ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ ആടിക്കൊണ്ടിരിക്കുന്ന ത്രാസ് ഒരിക്കലും നിൽക്കുന്നില്ല. രാത്രി മ്യൂസിയത്തിലെ കറണ്ട് പോയി. സ്റ്റീവൻ ഒരു പട്ടിയുടെ ഒച്ച കേൾക്കാൻ തുടങ്ങി. അത് മിസ്റ്റർ ഹാരോ അവനെ കൊല്ലാനായിട്ട് അമിത്തിന്റെ ശക്തി ഉപയോഗിച്ച് എടുത്തയച്ച രാക്ഷസ പട്ടിയായിരുന്നു. സ്റ്റീവൻ പേടിച്ചോടാൻ തുടങ്ങി. അവനോടി ഒരു വാഷ്റൂമിൽ കയറി. അപ്പോഴാണ് അവന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. കണ്ണാടികളിലുള്ള റിഫ്ലക്ഷൻസിൽ കൂടെ അവന്റെ തന്നെ രൂപം അവനോട് സംസാരിക്കുകയാണ്. കണ്ണാടി കാണുന്ന രൂപമാണ് മാർക്ക്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ സ്റ്റീവന്റെ തന്നെ മറ്റൊരു പേഴ്സണാലിറ്റിയാണ് ഈ പറയുന്ന മാർക്ക്. ആ കാര്യം സ്റ്റീവന് പോലും അറിയില്ല. പക്ഷെ മാർക്കിന് സ്റ്റീവനെ നന്നായിട്ട് അറിയാം. സ്റ്റീവൻ ബ്ലാക്ക് ഔട്ട് ആവുന്ന ടൈമിലൊക്കെ പുറത്തു വരുന്നത് ഈ മാർക്കിന്റെ പേഴ്സണാലിറ്റിയാണ്. സ്റ്റീവൻ ഒരു പാവമാണെങ്കിൽ മാർക്ക് ഒരു നല്ല യോദ്ധാവാണ്. ഇവർക്ക് ഇപ്പൊ രക്ഷപ്പെടണമെങ്കിൽ ബോഡിയുടെ കൺട്രോൾ തനിക്ക് തരണമെന്ന് മാർക്ക് പറയുന്നു. വേറെ വഴിയൊന്നും ഇല്ലാതെയപ്പോ സ്റ്റീവൻ അങ്ങനെ ചെയ്യുവാണ്. അങ്ങനെ ബോഡിയുടെ കൺട്രോൾ കിട്ടുന്ന മാർക്ക് ഒരു പുതിയ അടിപൊളി സ്യൂട്ടോടെ ആ രാക്ഷസ പട്ടിയെ നേരിടാൻ തുടങ്ങി. ഇനി എന്താണ് സംഭവിക്കുക അത് കണ്ടു തന്നെ അറിയേണ്ടി വരും. അപ്പോൾ സമയം കളയാതെ നമുക്ക് കഥയിലേക്ക് കിടക്കാം. എന്റെ പേര് അമിത്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂവി എക്സ്പ്ലെയിനർ. അടുത്ത ദിവസം സ്റ്റീവൻ വീണ്ടും തന്റെ ബെഡിൽ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേക്കുവാണ്. അവൻ പേടിച്ച് മുന്നിലേക്ക് ഓടി. പക്ഷെ എന്നും ചെയ്യാറുള്ളത് പോലെ ഈ വട്ടവും അവന്റെ കാലിൽ കെട്ടുണ്ടായിരുന്നു. അത് തടഞ്ഞ് പാവം സ്റ്റീവൻ മുഖമടിച്ച് നിലത്ത് വീഴുവാണ്. ഇപ്പൊ സ്റ്റീവന് സംശയമാകാൻ തുടങ്ങി. ഇന്നലെ കണ്ടതൊക്കെ സ്വപ്നം തന്നെയാണോ അതോ ശരിക്കും നടന്നതാണോ? ശരിക്കും നടന്നതാണെങ്കിൽ താൻ പിന്നെയും എങ്ങനെ ബെഡിൽ വന്നു? പിന്നെയും തന്റെ കാലിൽ കെട്ടും, താഴെ മണലും, വാതിലിൽ സെലോടേപ്പും എങ്ങനെ വന്നു? അവൻ ഇന്നലെ കണ്ണാടി കൂടെയാണല്ലോ മറ്റേയാളോട് സംസാരിച്ചത്, അതായത് മാർക്കിനോട്. സ്റ്റീവൻ നേരെ കണ്ണാടിയുടെ മുന്നിൽ പോയി വീണ്ടും മാർക്കിനോട് സംസാരിക്കാൻ ശ്രമിക്കുവാണ്. ഹായ്, ഇന്നലെ നമ്മൾ പരിചയപ്പെട്ടില്ലേ? ഇപ്പൊ നീ അവിടെ പോയി? എന്താ എനിക്ക് വട്ട? ചിലപ്പോ എനിക്ക് വട്ടായിരിക്കും അല്ലേ? എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കാണേണ്ടി വരും. ഇന്നലെ കണ്ടൊന്നും റിയാലിറ്റി ആവാൻ ഒരു വഴിയില്ല. ഇങ്ങനെയൊക്കെ സ്വയം പറഞ്ഞിട്ട് അവൻ നേരെ ജോലിക്ക് വേണ്ടി പോവാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് സ്റ്റീവന് മനസ്സിലാവുന്നത് ഇന്നലെ നടന്ന കാര്യങ്ങളൊന്നും സ്വപ്നമായിരുന്നില്ല, അതൊക്കെ ശരിക്കും നടന്നതാണ്. കാരണം അവിടെയൊക്കെ ഫൈറ്റ് നടന്നതുപോലെ കുറെ സാധനങ്ങൾ തകർന്നു കിടക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ സ്ഥലം അവർ നിരീക്ഷണത്തിൽ വെച്ചിരിക്കുവാണ്. തൽക്കാലം പുറത്തുനിന്ന് ആളുകളെ കയറ്റുന്നില്ല. ഓഫീസ് ഇപ്പൊ തുറന്നിട്ടേ ഉള്ളൂ. അതുകൊണ്ട് CCTV ചെക്ക് ചെയ്തിട്ടില്ല. അത് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോ താനും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞ് സ്റ്റീവനും കൂടെ പോവാണ്. കാരണം സ്റ്റീവൻ അറിയാം ഇന്നലെ ഏകദേശം എന്തൊക്കെയോ ഇവിടെ നടന്നതെന്ന്. അത് CCTV കൂടെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് സ്റ്റീവൻ പോകുന്നത്. സ്റ്റീവൻ പറയാൻ തുടങ്ങി, അതെ നമ്മളിപ്പോ ഈ CCTV നോക്കില്ലേ, അപ്പോ നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളായിരിക്കും കാണാൻ പോകുന്നത്. അത് ചിലപ്പോൾ നിനക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് നീ പേടിക്കാതെ വേണം അതൊക്കെ കാണാൻ. ഓക്കെ, ഒന്ന് പോ സ്റ്റീവൻ. ഞാൻ ഇഷ്ടം പോലെ കള്ളന്മാരെയൊക്കെ കണ്ടിട്ടുള്ളതാ, പിന്നെ ഞാൻ എന്നാ പേടിക്കുന്നത്? അതല്ല, നമ്മൾക്ക് നോർമലി ചിന്തിച്ചാൽ മനസ്സിലാവാത്ത ചില കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത്. ഇതെനിക്ക് മാത്രമേ അറിയൂ, ഞാനിത് വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഇന്നലെ എങ്ങനെ ഉണ്ടായത്? സ്റ്റീവൻ അങ്ങനെ പറയുമ്പോഴും അതൊരു തമാശയാണെന്ന് വിചാരിച്ചിട്ട് അയാൾ CCTV ഫുട്ടേജ് ഓൺ ആക്കുവാണ്. അവിടെ ആ പേപ്പട്ടി വരുന്ന സമയത്ത് സ്റ്റീവൻ പോയി ഒളിച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. സ്റ്റീവൻ അവിടെ ഇരുന്ന് പേടിച്ച് കരയുവാണ്. ഇത് കണ്ട് അയാൾ ചോദിക്കാൻ തുടങ്ങി, എടാ ഇത് നീയല്ലേ? നീ ഇത്രയും രാത്രിയായിട്ടും പോയിട്ടുണ്ടായില്ല അല്ലേ? നീ എന്തിനായിരുന്നു കരയുന്നത്? ആക്ച്വലി ഞാൻ കരഞ്ഞതല്ല, പെട്ടെന്നൊരു പട്ടിയുടെ സൗണ്ട് ഒക്കെ കേട്ടപ്പോ എനിക്ക് പേടിയായി, അപ്പോ ചെറുതായിട്ടൊന്ന് കരഞ്ഞതാ. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ അത് വേറൊരു പട്ടിയൊന്നും ആയിരുന്നില്ല. ഇപ്പൊ നോക്കിയിരുന്നോ? ഇപ്പൊ വരും. ആ ഫുട്ടേജ് വീണ്ടും ചേഞ്ച് ആയി. ഇപ്പൊ സ്റ്റീവൻ പിന്നാലെ വരുന്ന പേപ്പട്ടിയെ പേടിച്ച് ഓടുന്നുണ്ട്. ആ പേപ്പട്ടി ഇപ്പൊ സ്ക്രീനിൽ കാണുന്നു വിചാരിച്ചിരിക്കുവാണ് സ്റ്റീവൻ. പക്ഷെ ഒന്നും കാണുന്നില്ല. സ്റ്റീവൻ പേടിച്ച് ഓടുന്നത് മാത്രമേ ഉള്ളൂ. ആ പേപ്പട്ടിയുടെ പൊടി പോലും ആ വീഡിയോയിൽ പതിഞ്ഞിട്ടില്ല. അമിത്തിന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഹാരോ മറ്റൊരു ഡയമെൻഷനിൽ നിന്ന് കൊണ്ടുവന്ന ജക്കാൾ എന്ന് പറയുന്ന ഒരു ഭീകരജീവിയാണ് ഈ പേപ്പട്ടി. അതുകൊണ്ടായിരിക്കും അത് ക്യാമറയിൽ പതിയാത്തത്. അതിനെ സ്റ്റീവന് മാത്രമേ കാണാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. ഇന്നലെ സ്റ്റീവൻ മാർക്കായി കഴിഞ്ഞപ്പോ അവനൊരു സൂപ്പർ ഹീറോയെ പോലെ സ്യൂട്ടൊക്കെ ഇട്ട ഒരാളായി മാറി. അതായത് അവൻ എന്തൊക്കെയോ സൂപ്പർ പവർ ഉണ്ട്, അതുകൊണ്ടുകൂടി ആയിരിക്കണം അവൻ അതിനെ കാണാൻ സാധിച്ചത്. എടാ അളിയ സ്റ്റീവാ, അപ്പൊ നീയാണല്ലോ ഇതൊക്കെ ഇന്നലെ അടിച്ചു തകർത്തത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ എന്റെ കൂടെ വന്ന് നിന്ന് നീ തമാശ കളിക്കുവാണോ? ഓ, CCTV ഫുട്ടേജ് ഡെലിറ്റ് ചെയ്യാൻ വന്നായിരിക്കും അല്ലേ? അല്ല, ഞാൻ സത്യമായിട്ട് പറയുന്നത് എന്നെ ഒരു പേപ്പട്ടി ഓടിപ്പിക്കുന്നുണ്ടായിരുന്നു. അതും വെറും പേപ്പട്ടിയല്ല, ഒരു രാക്ഷസനെ പോലെയുള്ള പട്ടി. പക്ഷെ ആ നാശത്തിന് എന്താ വീഡിയോ കാണാതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ സത്യം പറയുന്നത്, എന്നെ വിശ്വസിക്ക്. അളിയെ, നീ പറയുന്നത് സത്യമായാലും അതിന് തെളിവൊന്നുമില്ലല്ലോ. ഈ CCTVയിൽ ഇങ്ങനെയാ കാണുന്നത്. നമ്മുടെ ബോസ് നിന്നെ ഒന്ന് പൊരിക്കും മോനെ. അയ്യോ, അപ്പന്റെ കാര്യം കുഴപ്പത്തിലാവുമല്ലോ. എന്തൊക്കെയാ നടക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, കുറച്ചുകൂടി മുന്നോട്ട് ആ വീഡിയോ കൊണ്ടുപോകും. ഇങ്ങനെ പറഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് സ്റ്റീവൻ തന്നെ ആ വീഡിയോയുടെ മുന്നിലേക്ക് വന്ന് CCTVയിലേക്ക് നോക്കുന്നത്. പക്ഷേ അത് സ്റ്റീവൻ ആയിരുന്നില്ല. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും അവിടെ നിൽക്കുന്നത് മാർക്കാണ്. ഇന്നലെ സ്റ്റീവൻ മാർക്കായി, പിന്നെ ഒരു സൂപ്പർ ഹീറോ ആയി. ആ പേപ്പട്ടി ഇടിച്ചു കൊന്നു കഴിഞ്ഞിട്ട് മാർക്ക് പുറത്തേക്ക് നടന്നു വന്ന് ഇങ്ങനെ CCTVയിലേക്ക് നോക്കുവാണ്. ഒരുപക്ഷെ മാർക്കിനെ അറിയാമായിരിക്കും അടുത്ത ദിവസം സ്റ്റീവൻ സംശയം തീർക്കാൻ വേണ്ടി ഇങ്ങനെ CCTV നോക്കുമെന്നും അപ്പോ ഇങ്ങനെ തന്നെ കാണുമെന്നും. ഇത് ഞാനല്ല, എനിക്ക് എന്നെ കണ്ടാ അറിയാം, പക്ഷെ ഈ മുഖം എന്റെ അല്ല. എടാ നീ എന്തൊക്കെയോ പറയുന്നത്? നീ തന്നെയല്ല അത്. ഇങ്ങനെയാണെങ്കിൽ എനിക്കിനി നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, എന്നെ കൂടി പണി പോകും. എന്തായാലും സ്റ്റീവൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. അടുത്ത സീനി കാണിക്കുന്നത് സ്റ്റീവൻ ഒരു ഓഫീസർ വന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ഒരു പ്രധാനപ്പെട്ട ഓഫീസറാണ് ഇദ്ദേഹം. അയാൾ
അയാൾ സ്റ്റീവനെ ഒരു മാനസിക രോഗിയായിട്ടാണ് കാണുന്നത്. സ്റ്റീവൻ, ഞങ്ങൾ CCTV ഒക്കെ പരിശോധിച്ചു, പക്ഷെ താൻ പറയുന്ന പോലെയൊന്നും അതിൽ കാണാൻ പറ്റുന്നില്ല. തെളിവുകളൊക്കെ തനിക്കെതിരാ. അല്ല സാർ, സത്യമായിട്ട് ഞാൻ പറയുന്നതൊക്കെ സത്യമാണ്. അതെനിക്കറിയാം. ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും തകർത്തിട്ടില്ല. രക്ഷപ്പെടാൻ വേണ്ടി അതൊക്കെ ചെയ്ത. സ്റ്റീവൻ, ഞാൻ നിന്റെ കൂടെ ജോലി ചെയ്യുന്നവരോടൊക്കെ സംസാരിച്ചു. താനൊരു കുഴപ്പക്കാരനൊന്നുമല്ല, അതെനിക്ക് മനസ്സിലായി. പക്ഷേ താൻ അത്ര നോർമലും അല്ലെന്നാണ് പലരുടെയും അഭിപ്രായം. ഞാൻ പറയുന്നോടൊന്നും വിചാരിക്കരുത്. ഞങ്ങൾക്ക് പരിചയമുള്ള കുറച്ച് ഡോക്ടേഴ്സും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ട്. തനിക്ക് മാനസികമായ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മൾക്ക് അതിനുള്ള ചികിത്സ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതാണ് അവരുടെ കോൺടാക്ട്. താൻ തീർച്ചയായിട്ടും ഇവരൊന്ന് പോയി കാണുന്നത് നല്ലതാണ്. ഓക്കെ സർ, സാർ വരുന്നത് ശരിയായിരിക്കും. ഞാൻ തീർച്ചയായിട്ടും ഡോക്ടറെ പോയി കാണാം. അത് മാത്രമല്ല സ്റ്റീവൻ, താൻ അങ്ങനെ ചെയ്യില്ലെന്നറിയാം. പക്ഷേ തന്റെ കയ്യിൽ മ്യൂസിയത്തിലെ വല്ല സാധനങ്ങളും ഉണ്ടെങ്കിൽ അതിവിടെ വെച്ചിട്ട് വേണം പോകാൻ. അയ്യോ സാർ, ഞാൻ അങ്ങനെ മോഷ്ടിക്കുന്ന ആളൊന്നുമല്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല സാർ. ഒന്നുകൂടി ഉറപ്പിക്കാൻ വേണ്ടി സ്റ്റീവൻ അവന്റെ പോക്കറ്റൊക്കെ തപ്പി നോക്കുന്നുണ്ട്. ഒന്നാമതേ മാനസിക രോഗി എന്നുള്ള പേര് വന്നു. ഇനി കള്ളൻ എന്നുള്ള പേര് കൂടി വെത്താൻ അവന് വയ്യ. അവന്റെ കയ്യിൽ ആ കൂടി ഉള്ളത് സ്റ്റീവൻ ഗ്രാൻഡ് എന്ന് പറയുന്ന അവന്റെ നെയിം കാർഡ് മാത്രമാണ്. അതും കൂടി അവിടെ ഊരി വെച്ചിട്ട് സ്റ്റീവൻ അവിടെ നിന്ന് പോവാണ്. അവന് ഭയങ്കര വിഷമമായി. മ്യൂസിയത്തിൽ ജോലി ഇനിയില്ല. അവന് പിരിച്ചുവിട്ടു. അവനിപ്പോ വിഷമം പറയാൻ വേറെ ആരുമില്ല. അതുകൊണ്ട് അവൻ ആ സ്റ്റാച്യുമാന്റെ അടുത്തേക്കാണ് പോകുന്നത്. എനിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ആ മ്യൂസിയത്തിലെ ആളുകളെ കുറ്റം പറയാനും പറ്റില്ല. അവര് CCTV കണ്ടതല്ലേ വിശ്വസിക്കൂ. ആ വീഡിയോയിൽ ഞാനെല്ലാം അടിച്ചു തകർക്കുന്ന പോലെ കാണുന്നത്. വേറെ ആരും മ്യൂസിയത്തിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അവരെങ്ങനെ എന്നെ വിശ്വസിക്കാനാ? ശരിക്കും പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കാത്തത് എന്റെ ഭാഗ്യം. ഇപ്പൊ ജോലി പോയുള്ളൂ, അങ്ങനെ ആശ്വസിക്കാം. പിന്നെ എനിക്ക് ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി എന്റെ ഫ്ലാറ്റിൽ നിന്ന്. അതൊന്നും എന്റെ ആയിരുന്നില്ല. ഒരു ഫോണും ലോക്കറിന്റെ കീയും ചാർജറും ഒക്കെ. ഇനി ഞാൻ എന്താ ചെയ്യാ? ഫോൺ ഇന്നലെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല. എന്നാ പിന്നെ ആ ലോക്കറിന്റെ കീ ഉള്ള സ്ഥലത്തേക്ക് പോയി ആ ലോക്കർ തുറന്നതിൽ എന്താ ഉള്ളതെന്ന് നോക്കിയാലോ? അതൊരു നല്ല ഐഡിയ അല്ലേ? എന്തതിന്റെ പിന്നിലെ രഹസ്യം ഒന്നും അറിയണല്ലോ. എന്റെ ലൈഫല്ലേ പോകുന്നത്. ചിലപ്പോ എനിക്ക് വട്ടൊന്നുമില്ലാന്ന് തെളിയിക്കാനുള്ള അവസാനത്തെ ചാൻസ് ആയിരിക്കും ഇത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? താങ്ക് യു സോ മച്ച്. നിങ്ങളോട് സംസാരിച്ചപ്പോ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടി. അങ്ങനെ പറഞ്ഞ് സ്റ്റീവൻ അയാളെ കെട്ടിപ്പിടിക്കുവാണ്. ഈ സമയത്ത് അയാൾ സ്റ്റീവനെ ഒന്ന് നോക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഒരു പക്ഷെ എന്നും വന്ന് സംസാരിക്കാനുള്ള അവനോട് ഇന്നത്തെ കാര്യങ്ങൾ കേട്ട് പാവം തോന്നിയിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇവന് ശരിക്കും വട്ടാണോ ദൈവമേ എന്ന് വിചാരിച്ച് പേടിച്ചിട്ടായിരിക്കും നോക്കുന്നത്. സ്റ്റീവൻ ആ ലോക്കറിന്റെ കീഴിലെ വിവരങ്ങൾ വെച്ച് ആ ലോക്കറുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. അവിടേക്ക് ചെന്നപ്പോ തന്നെ മുന്നിലിരിക്കുന്ന ആൾക്ക് സ്റ്റീവനെ പരിചയമുള്ളത് പോലെയാണ് പെരുമാറുന്നത്. അതായത് മാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ടായിരിക്കും. ഹായ് മാൻ, ഞാൻ നിങ്ങളുടെ വേറെ 5 ലോക്കറുള്ള ഓഫീസിലേക്ക് പോയി. പക്ഷേ അവസാനം ഇങ്ങോട്ട് എത്തി. എന്റെ കയ്യിൽ കീ ഉണ്ട്. എനിക്ക് എന്റെ ലോക്കർ ഒന്ന് തുറക്കണം. ലോക്കർ ഒരു പക്ഷേ സ്റ്റീവൻ ഗ്രാൻഡിന്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ മാർക്ക് എന്നുള്ള പേരിലായിരിക്കും. അത് നിങ്ങളൊന്ന് പരിശോധിച്ചിട്ട് എന്നെ പെട്ടെന്ന് ആ ലോക്കറിലേക്ക് വിടുവോ? എടോ, തന്നെ എനിക്ക് അറിയാലോ. താൻ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. തനിക്ക് വല്ല അൾഷിമേഴ്സും പിടിച്ചോ? എന്തായാലും ആ ലോക്കറിലേക്ക് ഞാൻ കൊണ്ടുപോവാം. അങ്ങനെ പറഞ്ഞ അയാള് സ്റ്റീവനെ ലോക്കറിലേക്ക് കൊണ്ടുപോവാണ്. കീ വെച്ച് ലോക്കർ തുറന്ന് സ്റ്റീവൻ ഉള്ളിൽ കയറി. അവിടെ കുറെ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. ഒരു പട്ടാളക്കാരൻ്റെത് പോലെയുള്ള ബോക്സുകളും 2 ഡ്രസ്സും ഒക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അവിടെ നിന്ന് ബാഗ് തുറന്നു നോക്കിയപ്പോ ആദ്യം തന്നെ കിട്ടുന്ന ഒരു തോക്കാണ്. സ്റ്റീവന് പേടിയായിട്ട് പെട്ടെന്ന് തോക്കെടുത്ത് മാറ്റി വയ്ക്കുന്നു. പിന്നെ കുറച്ച് നോട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ പല പല രാജ്യങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന നോട്ടുകളാണ്. അതായത് ഈ പറയുന്ന മാർക്ക് എന്തോ കള്ളത്തരങ്ങളൊക്കെ ഉള്ള ആളായിരിക്കണം. പിന്നെ ഒരു പാസ്പോർട്ടും കിട്ടുന്നുണ്ട്. അതിലെഴുതിയിരിക്കുന്ന പേര് മാർക്ക് സ്പെക്ടർ എന്നാണ്. അത് മാത്രമല്ല, ഈ പാസ്പോർട്ടിലെ ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ ഇതെടുത്തിരിക്കുന്നത് അവെഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിൽ താനോസ് എല്ലാവരെയും മായ്ച്ചു കളഞ്ഞതിന് ശേഷമാണ്. അതായത് ഈ പറയുന്ന സ്റ്റീവൻ അല്ലെങ്കിൽ അവന്റെ ഉള്ളിലുള്ള മറ്റൊരു പേഴ്സണാലിറ്റി ആയിട്ടുള്ള മാർക്ക് സ്പെക്ടർ താനോസിന്റെ സ്നാപ്പിൽ മാഞ്ഞു പോയിട്ടില്ല. പിന്നെയാണ് അടുത്ത മെയിൻ സാധനം കിട്ടുന്നത്, ദ ഗോൾഡൻ സ്കാരാബ്. ഇതിനു വേണ്ടിയാണല്ലോ ഇന്നലെ മൊത്തം ഫൈറ്റ് നടന്നത്. ഇതിപ്പോഴും ഇവന്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട്. ഈ ഇവൻ എന്ന് പറയുമ്പോൾ മാർക്ക് എന്ന് പറയുന്നതായിരിക്കും ശരി. ഹാരോയുടെ കയ്യിൽ നിന്ന് ഇതെടുക്കാൻ ശ്രമിക്കുന്നതും ഇതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നതും ഒക്കെ മാർക്ക് സ്പെക്ടർ ആണ്, സ്റ്റീവൻ അല്ല. അപ്പൊ ഇതിന്റെ പിന്നിലെ രഹസ്യമൊക്കെ അറിയുന്നത് മാർക്ക് സ്പെക്ടറിന് മാത്രമാണ്. ഇത് കാണുമ്പോഴാണ് ഇതുവരെ നടന്നൊന്നും സ്വപ്നമായിരുന്നില്ല എന്ന് സ്റ്റീവന് 100% ഉറപ്പാവുന്നത്. അവനത് കയ്യിലെടുത്തതും ഗോൾഡൻ സ്കാരാബിന് 2 ചിറകുകൾ പോലെ വന്ന് അത് വായുവിലേക്ക് പറന്നുയരാൻ തുടങ്ങി. അതെങ്ങോട്ടോ പോയിന്റ് ചെയ്ത് മുന്നോട്ട് പറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ദിശ കാണിക്കുന്നത് പോലെ. ഒരു കോമ്പസ് പോലെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. കോമ്പസ് സാധാരണ വടക്ക് ദിശയിലേക്കാണ് ചൂണ്ടിക്കാണിക്കാറ്. പക്ഷേ ഈ ഗോൾഡൻ സ്കാരാബ് മറ്റേതോ ഒരു ദിശയിലേക്ക് എന്തിനോ വേണ്ടി ചൂണ്ടുന്നുണ്ട്. പെട്ടെന്ന് ഈ ലോക്കറിനുള്ളിൽ കണ്ണാടി അല്ലെങ്കിലും അവിടെ കാണാൻ പറ്റുന്ന ചെറിയ റിഫ്ലക്ഷനിൽ കൂടെ മാർക്ക് സ്റ്റീവന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. സ്റ്റീവൻ, ഇപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ വളരെ ശ്രദ്ധിച്ചു വേണം കേൾക്കാൻ. ഇതെല്ലാം നിനക്ക് പുതിയ കാര്യങ്ങളായിരിക്കും. മാർക്ക് സ്പെക്ടർ, ഇന്നലെ പോയിട്ട് നീ ഇപ്പോഴാണല്ലോ വരുന്നത്. നീ കാരണം എന്റെ ജീവിതം മൊത്തം തൊലഞ്ഞു. എന്റെ ജോലി പോയില്ലേ? തനിക്കിങ്ങനെ കണ്ണാടി കൂടെ അടക്കി വന്ന് സംസാരിച്ചാൽ മതി. അനുഭവിക്കുന്നത് മുഴുവൻ ഞാനാ. ഹേയ് സ്റ്റീവൻ, നീ പേടിച്ചിരിക്കുമെന്ന് എനിക്കറിയാം. പിന്നെ മനുഷ്യരാകുമ്പോ പേടിയുണ്ടാവില്ലേ? അതിനെന്താ, ഞാൻ ഇനിയും പേടിക്കും. നീ ഒന്ന് സമാധാനമായിട്ട് ഞാൻ പറയുന്ന കേക്ക്. ഇതൊന്നും നീ കാണണമെന്നോ അറിയണമെന്നോ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. നീ ഇതൊന്നും അറിയാൻ പാടില്ലായിരുന്നു. നീ ഇങ്ങോട്ട് വരാനും പാടില്ലായിരുന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഇയാളാണോ തീരുമാനിക്കുന്നത്? ആക്ച്വലി എനിക്ക് ഇവിടെ എന്തൊക്കെ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവുന്നില്ല. ഇപ്പൊ താൻ ശരിക്കും ആരാ, അല്ലെങ്കിൽ ഞാൻ ശരിക്കും ആരാ? എനിക്ക് ശരിക്കും വട്ടാണോ? അത് എത്രയും പെട്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വല്ല ഭ്രാന്താശുപത്രി പോയി കിടക്കായിരുന്നു. സ്റ്റീവൻ, അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റില്ല. അത് കുഴപ്പമില്ല, താൻ പറഞ്ഞോ. ഇപ്പൊ ജോലി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട്. താൻ വല്ല പ്രേതമാണോ, അതോ എന്റെ വെറും ഒരു തോന്നൽ മാത്രമാണോ? ഇന്നലെ വന്ന ആ പേപ്പെട്ടി, അതിനെന്താ വീഡിയോയിൽ കാണാത്ത? സ്റ്റീവൻ, നീ ഇപ്പൊ ഇത്രയും മാത്രം മനസ്സിലാക്ക്. എനിക്കൊരു കാര്യം ചെയ്ത് തീർക്കാനുണ്ട്. അത് തീരുന്നത് വരെ നമ്മൾ രണ്ടുപേരും അപകടത്തിലാണ്. പക്ഷെ ഇന്നലെ ഞാൻ ചെയ്തതുപോലെ എനിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റും. അതായത് എനിക്ക് നമ്മളെ രക്ഷിക്കാൻ പറ്റും. ഇപ്പൊ ബോഡിയുടെ കൺട്രോൾ നിന്റെ കയ്യിലാണ്.
പക്ഷെ ബോഡിയുടെ കൺട്രോൾ എനിക്ക് കിട്ടിയാൽ മാത്രമേ ആ കാര്യം എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അതുകൊണ്ട് നീ ഇപ്പൊ ഒന്ന് അവിടെ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നിന്റെ ബോഡിയുടെ കൺട്രോൾ എനിക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഓ, അതിന്റെ ആവശ്യമില്ല, താൻ അത്ര കഷ്ടപ്പെടണ്ട. ഇത് എന്റെ ബോഡിയാണ്, അതിന്റെ കൺട്രോൾ എന്തിനാ താൻ എടുക്കുന്നത്? ഇപ്പൊ തന്നെ എന്നോട് കിടന്ന് ഉറങ്ങാൻ പറയുന്നു. എനിക്കിപ്പോ ഉറങ്ങാൻ പറ്റുന്നില്ല, ഉറങ്ങാൻ പേടി. എനിക്ക് നോക്കിക്കോ, ഞാൻ ഇനി ഒരിക്കലും ഉറങ്ങാൻ പോകുന്നില്ല എന്റെ ജീവിതത്തിൽ. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്ന് നീയായിരിക്കും. നീ എന്തൊക്കെ ചെയ്യുന്നത് എനിക്ക് അറിയില്ല. നീ അത്ര നല്ല ആളൊന്നുമല്ല എനിക്ക് മനസ്സിലായി. ബാഗിൽ തോക്കും കുറെ കള്ളനോട്ടുകളൊക്കെ ഞാൻ കണ്ടു. നീ കൊള്ളാലോ, നിന്നെ പറ്റിയുള്ള എല്ലാ സത്യം എന്നോട് പറ, എനിക്കതൊക്കെ അറിയണം. അത് മാത്രമല്ല, നീ കാണാനേക്കാൾ ലുക്കാണല്ലോ. എന്താ ഇതൊക്കെ? നീ ശരിക്കും ആരാ? സ്റ്റീവൻ, നിനക്കിതൊക്കെ അറിയണമെന്ന് നിർബന്ധമാണോ? എങ്കിൽ ഞാനായിട്ട് മറച്ചു വെക്കുന്നില്ല. ഞാൻ ഖോൻഷു എന്ന് പറയുന്ന ദൈവത്തിന്റെ ഒരു അവതാരമാണ്. ഞാൻ ഖോൻഷുവിനെ സേവിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നു. ഞാനെന്ന് പറയുമ്പോൾ നിന്റെ ശരീരത്തിൻ്റെ ഉള്ളിലാണ് ഞാനും ഉള്ളത്. പാവങ്ങളെ കഷ്ടപ്പെടുത്തുന്നവരെ ഖോൻഷു തീർച്ചയായിട്ടും ശിക്ഷിക്കും. അദ്ദേഹത്തിന്റെ ശിക്ഷ നടപ്പിലാക്കുന്നത് ഞാനാണ്. ഖോൻഷു, ഞാൻ കേട്ടിട്ടുണ്ട്. ഖോൻഷു എന്ന് പറഞ്ഞ ഒരു ഈജിപ്ഷ്യൻ ദൈവമല്ലേ? എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെയും നക്ഷത്രങ്ങളുടെയും ദൈവം, ചന്ദ്രദേവൻ. അതായത് ആ ദൈവത്തിന്റെ അവതാരമാണ് നീ എന്നാണോ പറയുന്നത്? അയ്യോ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലേ. ഇന്നലെ ആ സ്റ്റീക്ക് കഴിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ. ആളുകൾ പണ്ട് എന്നോട് പറയാറുണ്ട് ഇറച്ചി കഴിക്കരുത്, ഇറച്ചി കഴിച്ചാൽ ഭ്രാന്താവുമെന്ന്. ഇപ്പൊ എനിക്ക് ശരിക്കും ഭ്രാന്തായി. ഇതൊക്കെ എനിക്കൊരു തോന്നലായിരിക്കും. ഇതൊന്നും ശരിക്കുള്ളതല്ല. അയ്യോ, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. എന്റെ തല ഇപ്പൊ പൊട്ടും. സ്റ്റീവൻ, ഞാൻ ഖോൻഷു എന്ന് പറയുന്ന ദൈവമായിട്ട് ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ഡീൽ. ആ ഡീലിൽ പ്രത്യേക ഒരു കാര്യമുണ്ട്. ഖോൻഷു പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നീ, അതായത് സ്റ്റീവൻ ഒരിക്കലും കയറി വരില്ലെന്ന് ഞാൻ ഖോൻഷുവിന് വാക്ക് കൊടുത്തിരുന്നു. പക്ഷേ പലപ്പോഴും നീ ഇടയ്ക്ക് കയറാൻ തുടങ്ങി. അതെനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. നീ എന്ത് വേണമെങ്കിലും ചെയ്യ്, എനിക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാനുള്ളൂ. എത്രയും പെട്ടെന്ന് കുതിരവട്ടത്തോ ഓളമ്പാറയിലോ പോയി ഒരു ബെഡ് ബുക്ക് ചെയ്ത് ഞാൻ അവിടെ കിടക്കാൻ പോവാ. എനിക്ക് നിന്റെ ബോഡി വേണം സ്റ്റീവൻ, അല്ലാതെ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ മിഷൻ തീർത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ചു വരില്ല. എന്നെ നിനക്ക് ഒരിക്കലും കാണേണ്ടി വരില്ല. നിനക്ക് എന്റെ ബോഡിയല്ല വേണ്ടത്, തല ഞാൻ നിനക്ക് ബോഡി, എന്റെ ഡെഡ് ബോഡി. ഇപ്പൊ ഞാൻ ഇവിടെ വെച്ച് സ്വയം വെടിവെച്ച് മരിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ പോവാ. ഇപ്പൊ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും, ഈ ബാഗും ഇതിലെ ഇല്ലീഗലായിട്ടുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകും. എന്നിട്ട് സ്വയം കീഴടങ്ങും. അവരെ പിടിച്ച് ജയിലിലിടോ അല്ലെങ്കിൽ മെന്റൽ ഹോസ്പിറ്റലിൽ അടയ്ക്കോ, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഇനി എന്റെ ബോഡി കാരണം നീ ആരെയും കൊല്ലാൻ പാടില്ല. മെന്റൽ ഹോസ്പിറ്റലിൽ പോയാൽ അവരെന്നെ ചിലപ്പോൾ ഷോക്ക് അടിപ്പിക്കുമായിരിക്കും. അങ്ങനെയെങ്കിലും നീ എന്റെ തലേന്ന് ഒന്ന് ഒഴിഞ്ഞു പോ. അങ്ങനെ പറഞ്ഞ് സ്റ്റീവൻ പോലീസിൽ ഏൽപ്പിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നേരെ ലോക്കറിന്റെ പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ അവിടുത്തെ ലൈറ്റൊക്കെ മിന്നാൻ തുടങ്ങി. അപ്പോഴാണ് ഇന്നലെ കണ്ട കഴുകന്റെ അസ്ഥികൂട തലയുള്ള ആ രൂപം അവന്റെ നേരേക്ക് ഇങ്ങോട്ട് വരുന്നത്. അതകലേന്ന് വരുന്നത് കണ്ട് സ്റ്റീവൻ പേടിച്ചോടാൻ തുടങ്ങി. അവന് പെട്ടെന്ന് വഴി പോലും മനസ്സിലാവുന്നില്ല. സ്റ്റീവൻ അങ്ങനെ ഓടി ഓടി നേരെ ചെന്ന് കയറുന്നത് ആ രൂപത്തിന്റെ മുന്നിലേക്ക് തന്നെയാണ്. എടാ മണ്ടൻ സ്റ്റീവ്, അത് ഇവിടെ വെച്ചിട്ട് പോ, നീ ആയിട്ട് ഇനി ഒന്നും ചെയ്യണ്ട. അത് അവന്റെ നേരെ തിരിഞ്ഞതും ആ ഭയാനകമായ രൂപം കണ്ട് സ്റ്റീവൻ അലറി വിളിച്ച് പുറത്തേക്ക് ഓടി. അവൻ നേരെ റോഡിലേക്ക് ചെന്ന് വീഴുവാണ്. ഏതോ ഒരു പെണ്ണ് അവന്റെ നേരെ മുന്നിലായിട്ട് വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നു. പക്ഷെ അവൾക്ക് അവൻ അറിയാമായിരുന്നു സ്റ്റീവനെ അല്ല, മാർക്കിനെ. മാർക്ക്, നീ ഇത്രയും നാളെ എവിടെയായിരുന്നു? എന്നിട്ട് ഇപ്പൊ കറക്റ്റിന്റെ വണ്ടിയുടെ മുന്നിൽ തന്നെ ഒന്ന് വീണല്ലോ. എന്തായാലും കേറ്. അങ്ങനെ ഒരു വണ്ടി കയറി പോകാൻ തുടങ്ങി. സ്റ്റീവൻ ഇത് ആരാന്ന് അറിയില്ലെങ്കിലും പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവൻ കയറുന്നത്. സ്റ്റീവൻ അവന്റെ പേരും എവിടെ വർക്ക് ചെയ്തിരുന്നേന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. എന്തൊക്കെ മാർക്ക് നീ പറയുന്നത്? നിന്റെ പേര് സ്റ്റീവൻ ആണോ? ഏതാ ഈ സ്റ്റീവൻ? നീ ഇവിടെ ഒന്ന് ഒളിച്ചു താമസിച്ചപ്പോ ഫേക്ക് ആയിട്ട് എടുത്ത പേരാണല്ലേ? എന്റെ അടുത്ത പേര് പറയേണ്ട ആവശ്യം എന്താ? എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? മാർക്ക് സ്പെക്ടർ. ഇത്രയും നല്ല പേരുള്ളപ്പോ സ്റ്റീവൻ എന്നുള്ള പേരൊക്കെ ആരെങ്കിലും എടുക്കൂ? എങ്ങനെയാ എന്നെ കണ്ടുപിടിച്ചത്? താൻ എങ്ങനെയാ എന്നെ കണ്ടുപിടിച്ചതെന്ന് അതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ മാർക്ക്? ഞാൻ ഇന്നലെ നിന്നെ ഫോൺ വിളിച്ചില്ലേ? അത് കഴിഞ്ഞിട്ട് നിന്റെ ഫോൺ ഞാൻ ട്രാക്ക് ചെയ്തു. അങ്ങനെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് വന്നതാ. അപ്പോഴാണ് സ്റ്റീവന് മനസ്സിലാവുന്നത് ഇന്നലെ റൂമിൽ നിന്ന് കിട്ടിയ ഫോണിൽ ലൈല എന്ന് പറയുന്ന ഒരു പേര് സേവ് ആയിരുന്നു. ലൈല ഫോണിലേക്ക് വിളിക്കുകയും ചെയ്തു. ആ കാണുന്ന ലൈലയാണ് ഈ ലൈല. ലൈലാവോ ലൈല? നോക്ക് മാർക്ക്, നീ ഇത്രയും നാൾ ഒളിവിലായിരുന്നെന്ന് ഞാൻ വിചാരിക്കുന്നത്. നീ ഫോൺ ഓൺ ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലേക്ക് വിളിച്ചു. അപ്പൊ നീ എടുക്കുകയും ചെയ്തു. ഞാൻ വിചാരിച്ചു ഞാൻ നിന്നെ ട്രാക്ക് ചെയ്ത് വരണമെന്ന് നീ വിചാരിക്കുന്നുണ്ടെന്ന്. അങ്ങനെ തന്നെയായിരുന്നല്ലേ നിന്റെ പ്ലാൻ? ഞാൻ വരണം തന്നെയല്ലേ നീ വിചാരിച്ചത്? അല്ലെ മാർക്ക്? അതെ, നീ വരേണ്ടത് തന്നെയായിരുന്നു. എന്നാലും നീ എന്നോട് ചെയ്ത് ചതിയായി പോയി. നീ ജീവനോട് ഉണ്ടെന്നെങ്കിലും എന്നെ ഒന്ന് അറിയിക്കായിരുന്നു. ഞാൻ വിചാരിച്ചു നിന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയോ അല്ലെങ്കിൽ നിനക്കെന്തെങ്കിലും പറ്റിയിട്ടുണ്ടായിരിക്കുമെന്ന്. പക്ഷെ ഞാൻ എന്നോട് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അവന്റെ കയ്യിൽ സ്യൂട്ട് ഉണ്ടല്ലോ, അതുകൊണ്ട് അവനൊന്നും പറ്റില്ലെന്ന്. സ്റ്റീവൻ കാര്യങ്ങൾ ഏകദേശം ഊഹിച്ചെടുക്കാൻ തുടങ്ങി. ഈ ലൈലയ്ക്ക് പരിചയമുള്ളത് മാർക്കിനെയാണ്. മാർക്ക് എന്തോ ഒരു ഗജരാജ കില്ലാടിയാണ്, നല്ലൊരു ഫൈറ്ററാണ്. അവന് തോക്ക് ഉപയോഗിക്കാൻ അറിയാം, കയ്യിൽ കള്ളനോട്ടുകളുണ്ട്. അപ്പൊ രാജ്യങ്ങൾ മാറി സഞ്ചരിക്കുന്നവനാണ്. പിന്നെ ആ വിചിത്രമായിട്ടുള്ള പേടിപ്പിക്കുന്ന കഴുകന്റെ തലയുള്ള രൂപം, അതാണ് ഖോൻഷു എന്ന് പറയുന്ന ദൈവം. ആ ദൈവത്തിന് വേണ്ടിയാണ് മാർക്ക് വർക്ക് ചെയ്യുന്നത്. അവർ തമ്മിൽ എന്തോ ഒരു ഡീലുണ്ട്. അമിത് ഒരു ദൈവമാണ്, അതുപോലെ തന്നെയുള്ള ഒരു ഈജിപ്ഷ്യൻ ദൈവമാണ് ഈ പറയുന്ന ഖോൻഷു, ചന്ദ്രന്റെ ദേവൻ. ഈ ദൈവത്തിന്റെ അവതാരമായിട്ടാണ് മാർക്ക് പ്രവർത്തിക്കുന്നത്. തെറ്റുകൾ ചെയ്യുന്നവരെ ഈ ഖോൻഷു എന്ന് പറയുന്ന ദൈവം പറയുന്നതനുസരിച്ച് മാർക്ക് സ്പെക്ടർ കൊല്ലുന്നുണ്ടായിരിക്കും. അങ്ങനെ ചെയ്യാൻ വേണ്ടി ഖോൻഷു എന്ന് പറയുന്ന ദൈവം മാർക്കിന് സൂപ്പർ പവറുകൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ പ്രത്യേക സ്യൂട്ട് മാർക്കിന്റെ ശരീരത്തിലേക്ക് വരുന്നത്. ആ സ്യൂട്ടിന്റെ കാര്യമായിരിക്കും ലൈല ഈ പറയുന്നത്. ചന്ദ്രന്റെ, അതായത് മൂണിന്റെ ദൈവമായതുകൊണ്ട് ഖോൻഷു വഴി ശക്തി കിട്ടുന്ന ഖോൻഷുവിന്റെ അവതാരത്തിന് മൂൺ നൈറ്റ് എന്നാണ് പറയുക. ചന്ദ്രദേവന്റെ പോരാളി. ഈ ഖോൻഷുവിനെ
പറ്റിയും അമിത്തിനെ പറ്റിയും ഒക്കെ സ്റ്റീവൻ ഈജിപ്ഷ്യൻ പുരാണങ്ങൾ പഠിച്ചപ്പോൾ കേട്ടിട്ടുണ്ട്. ലൈലയും മാർക്കും തമ്മിൽ നേരത്തെ നന്നായിട്ട് അറിയുന്നവരാണ്. പക്ഷെ കുറെ നാളായിട്ട് മാർക്ക് എവിടെയാണെന്ന് ലൈലയ്ക്ക് അറിയില്ലായിരുന്നു. ഇതൊക്കെയാണ് സ്റ്റീവന് മനസ്സിലാവുന്ന കാര്യങ്ങൾ. പക്ഷെ പെട്ടെന്ന് ലൈല വീണ്ടും എന്നെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. എന്തായാലും ഞാൻ ടെൻഷനായി പോയി മാർക്ക്. നീ എന്റെ തോളിൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും വേദന എടുക്കുന്നുണ്ട് കേട്ടോ. അവിടുന്ന് മാറ്റി പിടിക്കുക. അയ്യോ അവിടുന്ന് മാറ്റി വേറെ എവിടെ പിടിക്കാന്ന് എനിക്ക് അറിയില്ല. വണ്ടി വീണ്ടും മുന്നിലേക്ക് എടുക്കുമ്പോൾ സ്റ്റീവന് വേറെ പിടിക്കാൻ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ അവളുടെ വയറിന്റെ ഭാഗത്തായിട്ട് പിടിക്കുന്നുണ്ട്. പാവം വീഴാതിരിക്കാൻ വേണ്ടി പിടിക്കുന്നതാണ്, വേറെ ഉദ്ദേശത്തോടെയൊന്നും അല്ല. അപ്പോഴാണ് ലൈല പറയുന്നത്, അപ്പൊ മാർക്ക് നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഞാനിപ്പോഴും നിന്റെ വൈഫാന്നുള്ള കാര്യം മറന്നിട്ടില്ലല്ലോ. എന്നിട്ടാണ് നീ എന്നെ കോൺടാക്ട് ചെയ്തിരുന്നത്. വൈഫോ? നീ എന്റെ ഭാര്യ എന്നാണ് പറയുന്നത്? അതായത് ഞാൻ നിന്റെ ഭർത്താവെന്നാണോ നീ പറയുന്നത്? എന്റെ പൊന്നു മാർക്ക്, നീ ഇനി അഭിനയിക്കേണ്ട ആവശ്യമില്ല. എന്റെ അടുത്ത് എന്തിനാ അഭിനയിക്കുന്നത്? ഇപ്പൊ നമ്മുടെ ചുറ്റും വേറെ ആരും ഇല്ലല്ലോ. നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഒരു തരത്തിൽ സ്റ്റീവന് കൺഫ്യൂഷനായി, മറ്റൊരു തരത്തിൽ അവന് മനസ്സിൽ ലഡ്ഡു പൊട്ടിയതുപോലെയും തോന്നി. ഫ്രീ ആയിട്ട് ഒരു വൈഫിനൊക്കെ കിട്ടാന്ന് പറഞ്ഞാൽ. പക്ഷെ സ്റ്റീവൻ അങ്ങനെ മോശമാളൊന്നും അല്ല കേട്ടോ. അവൻ എത്രയും പെട്ടെന്ന് അവന്റെ ഫ്ലാറ്റിലേക്ക് പോവാന്നും അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയാന്നും ലൈലയോട് പറയുന്നു. ലൈല വിചാരിക്കുന്നത് മാർക്ക് ഈ സമയത്തൊക്കെ അവൾ അറിയാത്തതുപോലെ അഭിനയിക്കുന്നതെന്നാണ്. കാരണം ചുറ്റും അവർ ശ്രദ്ധിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവർക്ക് പല ശത്രുക്കളും ഉണ്ടാവാം. അങ്ങനെ ഒരു ഫ്ലാറ്റിലേക്ക് എത്തി. ലൈല കയറി നോക്കിയപ്പോ അവൾക്കറിയുന്ന അവളുടെ ഭർത്താവായിട്ടുള്ള മാർക്ക് സ്പെക്ടറിന്റെ പോലെയല്ല ഈ റൂം ഇരിക്കുന്നത്. കാരണം എന്താ? ഇവിടെ താമസിക്കുന്നത് മാർക്കല്ല, സ്റ്റീവനാണ്. സ്റ്റീവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ റൂമൊക്കെ ക്ലീൻ ആക്കി വെക്കുന്ന, എല്ലാം നല്ല അടുക്കും ചിട്ടകളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ലൈലയ്ക്ക് അറിയുന്ന അവളുടെ ഭർത്താവായിട്ടുള്ള മാർക്ക് സ്പെക്ടർ ഇങ്ങനെയല്ല. പോരാത്തതിന് സ്റ്റീവൻ ഒരു ഗോൾഡ് ഫിഷിനെയും വളർത്തുന്നുണ്ട്. കുറച്ച് ടെറർ ആയിട്ടുള്ള ആളാണ് മാർക്ക്. മാർക്ക് ഇങ്ങനെ ഗോൾഡ് ഫിഷിനെയൊക്കെ വളർത്തുമെന്ന് ലൈലയ്ക്ക് ഡൗട്ടായി. ഈ സമയത്ത് അക്വേറിയത്തിലെ റിഫ്ലക്ഷനിൽ കൂടെ നമ്മൾക്ക് മാർക്കിനെ കാണാൻ പറ്റുന്നുണ്ട്. ലൈലയെ സ്റ്റീവൻ പരിചയപ്പെട്ടതും ഇങ്ങോട്ട് കൊണ്ടുവന്നതും മാർക്കിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. സ്റ്റീവൻ, നീ എന്താ ചെയ്ത്? ലൈല ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. അവളോട് നിൽക്കുന്ന അവൾക്ക് സേഫ് അല്ല. സ്റ്റീവൻ, നീ അറിയേണ്ട കാര്യങ്ങളെക്കാൾ കൂടുതൽ നീ അറിഞ്ഞിരിക്കുന്നു. നീ അവളെ പരിചയപ്പെടേണ്ട ആവശ്യം പോലുമില്ല. എത്രയും പെട്ടെന്ന് അവളോട് ഒന്ന് പോകാൻ പറയണം. എനിക്കറിയില്ല, എനിക്ക് എന്റെ ജീവിതം തിരിച്ചു വേണം. ഓ കൊള്ളാലോ മാർക്ക്, നീ ഇപ്പൊ എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയല്ലേ? അയ്യോ, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ല, ഞാൻ എന്നോട് തന്നെ സംസാരിച്ചതാ. ഐ എം റിയലി സോറി. എന്റെ പൊന്നു മാർക്ക്, ഇത് നിന്റെ റൂം തന്നെയാണോ? ഇവിടെ നിറച്ച് ബുക്കുകളും ഒരു ഗോൾഡ് ഫിഷും എന്തൊക്കെയത്? ദേ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചിട്ടേക്കുന്നു. നീ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. പെട്ടെന്ന് പോലീസ് വല്ലതും കയറി വന്ന് അവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലേ? അത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങൾ വിചാരിക്കുന്ന മാർക്കൊന്നും അല്ല. എന്റെ പേര് സ്റ്റീവൻ എന്നാ. എന്തൊക്കെയാ പറയുന്നത്? സ്റ്റീവനോ? ബെഡ് വിരിച്ചിട്ടേക്കുന്നു, ഗോൾഡ് ഫിഷ്. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. നിന്റെ കൂടെ വേറെ ഏതോ പെണ്ണുണ്ടല്ലേ? അതിനല്ലേ നീ ഇങ്ങനെ അഭിനയിക്കുന്നത്? അപ്പൊ നീ എന്നെ ചതിക്കായിരുന്നല്ലേ? കൊള്ളാം, നന്നായിട്ടുണ്ട്. അയ്യോ, അങ്ങനൊന്നും ഇല്ല. ഞാൻ സത്യമാണ് പറയുന്നത്. എന്റെ പേര് സ്റ്റീവൻ എന്നാ. ഈ മാർക്കാരെന്ന് എനിക്ക് അറിയാൻ പോലും പാടില്ല. അത് മാത്രമല്ല, ഇതെന്റെ അമ്മയുടെ ഫ്ലാറ്റാ. ഇപ്പൊ ഞാൻ അവിടെ താമസിക്കുന്നേ ഉള്ളൂ. ഓ, നീ നിന്റെ അമ്മയായിട്ട് ഇപ്പൊ സംസാരിക്കാനൊക്കെ തുടങ്ങിയോ? നിങ്ങൾ അങ്ങനെ മിണ്ടാറൊന്നുമില്ലല്ലോ. നീ എന്താ പറയുന്നത്? ഞാൻ എന്റെ അമ്മയെ ഡെയിലി വിളിച്ച് സംസാരിക്കാറുണ്ടല്ലോ. എന്തൊക്കെയോ പ്രശ്നം ഉണ്ടല്ലോ മാർക്ക്. എനിക്കറിയുന്ന മാർക്ക് ഇങ്ങനെയൊന്നും അല്ല. നീ എന്നെ പറ്റിക്കാൻ നോക്കാണോ? അത് കഴിഞ്ഞ് ലൈല ചെന്ന് നോക്കുമ്പോൾ അവിടെ ഈജിപ്ഷ്യൻ കവിതകളും ഈജിപ്ഷ്യൻ പുരാണങ്ങളും അങ്ങനെ പല വിഷയങ്ങളെ പറ്റിയുള്ള ബുക്കുകളൊക്കെ ഇരിക്കുന്നുണ്ട്. ലൈലയ്ക്ക് ഇതിലൊക്കെ നല്ല താല്പര്യമുണ്ട്. പക്ഷെ മാർക്കിന് ഇങ്ങനെ വായിക്കാനോ കാര്യങ്ങൾ അറിയാനോ അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷെ നമ്മുടെ സ്റ്റീവൻ അങ്ങനെയല്ല. അവന് വായിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും കവിതകളും പുരാണങ്ങളും ഒക്കെ അറിയാനും നല്ല താല്പര്യമുണ്ട്. അതായത് ലൈലയുടെയും മാർക്കിന്റെയും താല്പര്യങ്ങൾ ഒരുപോലെയല്ല. പക്ഷെ ലൈലയുടെയും സ്റ്റീവന്റെയും താല്പര്യങ്ങൾ ഏകദേശം ഒരുപോലെയാണ്. ലൈല നല്ല സ്മാർട്ടാണ്, പക്ഷെ സ്റ്റീവൻ അത്ര സ്മാർട്ട് അല്ല. ലൈലയുടെ ഭർത്താവാണ് മാർക്ക്. അവർ കുറച്ചുനാൾ ഒരുമിച്ചുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത്ര കോണ്ടാക്ട് ഇല്ല. അവർ തമ്മിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. മുന്നിൽ നിൽക്കുന്നത് മാർക്കല്ലെന്നും സ്റ്റീവൻ ആണെന്നും ലൈലയ്ക്ക് മനസ്സിലായിട്ടില്ല. അതായത് ലൈലയുടെ കൂടെ ഉണ്ടായിരുന്നപ്പോഴും അവളുടെ കൂടെ വിവാഹം കഴിച്ച് താമസിച്ചപ്പോഴും സ്റ്റീവൻ പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോഴൊക്കെ മാർക്ക് തന്നെയായിരുന്നു ഈ ബോഡി കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരുപാട് കാലത്തേക്ക് മാർക്കായിരുന്നു ബോഡി കൺട്രോൾ ചെയ്തിരുന്നതെന്നാണ് അർത്ഥം. പക്ഷെ സ്റ്റീവനൊപ്പം മാർക്കായി. അത് കഴിഞ്ഞപ്പോൾ ലൈലയെ പരിചയപ്പെട്ടു. പിന്നെ എന്തൊക്കെ ഉണ്ടായെന്നൊന്നും നമുക്കിപ്പോൾ അറിയില്ല. അതുപോലെ എപ്പോഴാണ് മാർക്കിന്റെ കയ്യിൽ നിന്ന് ബോഡിയുടെ കൺട്രോൾ സ്റ്റീവനിലേക്ക് വന്നതെന്നും നമ്മൾക്കറിയില്ല. എന്തായാലും ലൈലയ്ക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഇപ്പൊ മാർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ ആക്ച്വലി അത് മാർക്കല്ല, സ്റ്റീവനാണ്. ലൈല പുരാണത്തിനെ പറ്റിയൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ സ്റ്റീവൻ അങ്ങോട്ട് ഉഷാറായി. അവന് അറിവുള്ള കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഈ മാർക്കിന് ഇത്ര അറിവൊക്കെ ഉണ്ടായിരുന്നോ എന്ന് ആലോചിച്ച് നിൽക്കുവാണ് ലൈല. പക്ഷെ ലൈല പെട്ടെന്ന് ചിരിക്കുന്നു. അവൾ വിചാരിക്കുന്നത് ഇത് മാർക്ക് തന്നെയാണെന്നും തന്നെ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ അഭിനയിക്കുന്നതാണെന്നുമാണ്. എനിക്കറിയില്ല മാർക്ക്, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നോ എന്നെ അറിയാത്ത പോലെ എന്തിനാ അഭിനയിക്കുന്നതെന്നോ എനിക്കറിയില്ല. പക്ഷെ നീ എനിക്ക് അയച്ച ഡിവോഴ്സ് നോട്ടീസ് എനിക്ക് കിട്ടി. ശരിക്കും പറഞ്ഞാൽ സങ്കടമുണ്ട്. പക്ഷെ നിനക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഞാനിതിൽ ഒപ്പിട്ടിട്ടുണ്ട്. എന്നാലും നമ്മൾ തമ്മിൽ എത്ര സ്നേഹത്തോടെ കഴിഞ്ഞത്. എന്നിട്ട് നിനക്ക് ഡിവോഴ്സ് വേണമല്ലേ? അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തെന്ന് എനിക്ക് അറിയില്ല. നീ തന്നെ പറ. നിനക്ക് ഡിവോഴ്സ് വേണമെന്ന് തന്നെയാണെങ്കിൽ ഓക്കെ, അങ്ങനെ തന്നെ ആവട്ടെ. നമ്മുടെ സ്റ്റീവന് ലൈലയെ കണ്ടപ്പോ തൊട്ട് ഒരു ക്രഷ് അടിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പെട്ടെന്ന് ഒരുത്തി വന്ന് അവൾ സ്റ്റീവന്റെ വൈഫാന്ന് പറയുന്നു. വണ്ടി കയറ്റി കൊണ്ടുപോകുന്നു. ഫ്ലാറ്റിലേക്ക് വരുന്നു. സ്റ്റീവൻ ഇതിനു മുന്നേ മര്യാദയ്ക്ക് ഒരു പെണ്ണോട് 10 മിനിറ്റ് സംസാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോഴാണ് ഒരുത്തി വൈഫാന്ന് പറഞ്ഞ് കയറി വന്നിരിക്കുന്നത്. സ്റ്റീവൻ പറയാൻ തുടങ്ങി, ഡിവോഴ്സോ? ഞാൻ ഒരിക്കലും നിന്നെ ഡിവോഴ്സ് ചെയ്യില്ല. നിന്നെ പോലെ ഇത്ര
സ്മാർട്ടായിട്ടുള്ള ഇത്ര ലുക്കൊക്കെയുള്ള ഒരു പെണ്ണിനെ ആരെ ഡിവോഴ്സ് ചെയ്യുക? അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ എന്തായാലും ഒരു മണ്ടനായിരിക്കണം. അപ്പോൾ മാർക്ക് ഒരു മണ്ടൻ തന്നെ. ഇതൊക്കെ കണ്ണാടിക്കൂടെ കാണുന്ന മാർക്കിന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. സ്റ്റീവൻ, നിന്നോട് ഞാൻ പറഞ്ഞതുപോലെ കേട്ടാൽ മതി. അവളെ പുറത്തേക്ക് വിടാനല്ല പറഞ്ഞത്. ലൈലയ്ക്ക് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല, എന്നാലും ഞാൻ പറയാം. സ്റ്റീവൻ, ഞാൻ പറയുന്നത് കേൾക്ക്. ഇതൊന്നും അവൾ അറിയാൻ പാടില്ല. കേട്ടോ ലൈല, സത്യം എന്താന്ന് വെച്ചാൽ എനിക്ക് എന്നെ തന്നെ വിശ്വാസമില്ല. എനിക്ക് എന്റെ റൂമിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ കിട്ടി, ഒരു ഫോണും ഒരു ലോക്കറിന്റെ കീയും ഒക്കെ. ആ ഫോണിലാണ് നിന്റെ നമ്പർ സേവ് ചെയ്തിരുന്നത്. ഞാനത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നീ എന്നെ കോൾ ചെയ്ത്. പിന്നെ ഞാൻ ആ ലോക്കറിൽ പോയപ്പോ എനിക്ക് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടി. ഒരു ഗോൾഡൻ കളറിലുള്ള നീ അവളെ കൊലക്കി കൊടുക്കുവാണ് സ്റ്റീവൻ. അവളിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ശത്രുക്കളുണ്ടാവും. അവളെ കൊല്ലാനും പിന്നാലെ ആളുകൾ വരും. നീയായിട്ട് അവൾ അപകടത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ സ്റ്റീവന് ശരിയാന്ന് തോന്നി. ഈ ഗോൾഡൻ സ്കാരബ് അന്വേഷിച്ച് ഹാരോയുടെ ആളുകൾ ഓൾറെഡി സ്റ്റീവന്റെ പിന്നാലെ ഉണ്ട്. ഇനി അവർ പാവം ലൈലയുടെ പിന്നാലെയും കൂടി പോകുന്ന ആലോചിച്ചപ്പോൾ സ്റ്റീവന് മാർക്ക് പറയുന്നത് ശരിയാന്ന് തോന്നി. അവൻ പെട്ടെന്നെല്ലാം നിർത്തി. നീ എന്താ പറഞ്ഞുകൊണ്ടിരുന്ന്? എന്തോ സാധനങ്ങൾ കിട്ടിയെന്നൊക്കെ പറഞ്ഞല്ലോ, ഗോൾഡൻ കളറിലുള്ള. എന്താ അത്? ഒന്നുമില്ല, ഞാൻ വെറുതെ അറിയാതെ എന്തൊക്കെ പറഞ്ഞതാ. അതൊക്കെ മറന്നേക്ക്, നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പറയാം. സ്റ്റീവൻ ഇങ്ങനെ പറഞ്ഞ് ഒഴിയാൻ നോക്കുന്നുണ്ടെങ്കിലും ലൈല അത് സമ്മതിക്കുന്നില്ല. അവൾ നേരെ ഓടി വന്ന ബാഗ് തുറന്ന് നോക്കുവാണ്. ഗോൾഡൻ സ്കാരബ് ബാഗിലുള്ളത് ലൈല കണ്ടുപിടിച്ചു. ഓ, അപ്പൊ ഇതായിരുന്നല്ലേ കാര്യം. ഇപ്പൊ എനിക്ക് എല്ലാം മനസ്സിലായി. അമിത്തിനെ അടച്ചു വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്ന സാധനമല്ലേ ഇത്? ഗോൾഡൻ സ്കാരബ്. നമ്മൾ രണ്ടുപേരും കൂടി ഒരുപാട് കാലം ഇത് തേടി നടന്നതല്ലേ? അപ്പൊ ഇത്രയും നേരം അഭിനയിച്ചതൊക്കെ ഇത് ഞാൻ കാണാതിരിക്കാൻ വേണ്ടിയായിരുന്നല്ലേ? നിനക്ക് ഒറ്റയ്ക്ക് വേണോ? അങ്ങനെയാണെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ മാർക്ക്. എന്നെ ഇങ്ങനെ പറ്റിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. നിന്നോട് എനിക്കുണ്ടായിരുന്ന വിശ്വാസമൊക്കെ പോയി. നിന്നെയാണല്ലോ ഞാൻ കല്യാണം കഴിച്ചു നോക്കുമ്പോൾ എനിക്ക് എന്നോട് തന്നെ ദേഷ്യം തോന്നുന്നു. അയ്യോ ലൈല, ഒന്ന് നിക്ക്, ഞാൻ എല്ലാം പറയാം. എനിക്കിതൊന്നും വേണ്ട. ആ ബാഗ് ഫുള്ളായിട്ട് നീ എടുത്തോ. ആ ഗോൾഡൻ സ്കാരബും അതിലുള്ള ഒന്നും എനിക്ക് വേണ്ട. ഇനി ഞാൻ എല്ലാം തുറന്നു പറയാം. ആദ്യം നീ ഇതൊന്ന് മനസ്സിലാക്ക്. നീ പറയുന്ന മാർക്ക് സ്പെക്ടർ അല്ല ഞാൻ സ്റ്റീവൻ ഗ്രാൻഡ് ആണ്. ഞാനിവിടെ ലണ്ടനിലുള്ള നാഷണൽ ആർട്ട് മ്യൂസിയത്തിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ആ ജോലിയില്ല, അത് പോയി. ഇപ്പൊ എന്റെ പിന്നാലെ ഇത് അന്വേഷിച്ച് കുറെ പേര് നടക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി അറിയുന്ന വേറെ ആരും എനിക്ക് അറിയില്ല. ഇപ്പൊ നിന്നെ കണ്ടുമുട്ടി. ചിലപ്പോ നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയേക്കും. അപ്പൊ നീ പറയുന്നത് നീ മാർക്കല്ല സ്റ്റീവൻ ആണെന്നല്ലേ? നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചത് ഒരുമിച്ച് ജീവിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. ഈ എന്റെ കയ്യിലിരിക്കുന്ന ഈ സാധനം കിട്ടാൻ വേണ്ടി നമ്മൾ എത്രത്തോളം അലഞ്ഞെന്നും എനിക്ക് ഓർമ്മയില്ല. സത്യമാണോ നീ പറയുന്നത്? ഞാൻ സത്യം പറയുന്ന ലൈല. ദേ, ഞാനത് നിന്നോട് എടുത്തോളം പറഞ്ഞില്ലേ? പിന്നെ ഞാൻ കള്ളം പറയുന്നത്? എന്നെ വിശ്വസിക്ക്. സത്യം പറഞ്ഞാൽ ലൈല ആകെ കൺഫ്യൂഷൻ ആയി പോയി. ഇപ്പൊ അവൾക്ക് സ്റ്റീവൻ പറയുന്നതിൽ കുറച്ചൊക്കെ വിശ്വാസം വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും അവർ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്ന ലൈഫ് പോലും മുന്നിൽ നിൽക്കുന്ന മാർക്ക്, അതായത് സ്റ്റീവന് ഓർമ്മയില്ല എന്ന് അറിഞ്ഞപ്പോ ലൈലയ്ക്ക് സങ്കടമായി. എന്തായാലും ഈ ഗോൾഡൻ സ്കാരബ് കണ്ടുപിടിക്കാൻ വേണ്ടി മാർക്കും ലൈലയും കൂടി കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾക്ക് മനസ്സിലായി. അത് മാത്രമല്ല, എന്തിനാണ് ഈ ഗോൾഡൻ സ്കാരബ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അമിത് എന്ന് പറയുന്ന ദേവതയെ എവിടെയോ അടച്ചു വെച്ചിരിക്കുകയാണ്. ആ ദേവതയെ ഫ്രീ ആക്കി തുറന്നുവിടാനാണ് ആർതർ ഹാരോയും ടീം ശ്രമിക്കുന്നത്. പക്ഷേ എവിടെയാണ് അമിത് എന്ന് പറയുന്ന ദേവതയെ അടച്ചു വെച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ആ സ്ഥലത്തേക്ക് പോകാനുള്ള ദിശ ചൂണ്ടിക്കാണിക്കുന്ന, അല്ലെങ്കിൽ അവിടേക്കുള്ള ലൊക്കേഷൻ കാണിക്കുന്ന ഒരു സാധനമാണ് ഈ പറയുന്ന ഗോൾഡൻ സ്കാരബ്. പണ്ഡിത് അമിത്തായിരുന്നു ഉപയോഗിച്ചിരുന്നതെന്ന് മിസ്റ്റർ ഹാരോ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അമിത്തും ഈ സ്കാരബും തമ്മിൽ ഒരു വലിയ കണക്ഷൻ ഉണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഈ സ്കാരബ് അമിത്തിന്റെ പൂട്ടി വെച്ചിരിക്കുന്ന കല്ലറയിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ലോക്കറി വെച്ച് ഇത് സ്റ്റീവന്റെ കയ്യിൽ നിന്ന് പറന്നുയർന്ന് എങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചല്ലോ, അതും ഈ അമിത്തിനെ പൂട്ടി വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കായിരിക്കും. പെട്ടെന്ന് സ്റ്റീവന്റെ വാതിലിൽ ആരോ തട്ടുന്നത് പോലെ കേൾക്കുവാണ്. അവർ പോലീസ് ആണെന്നാണ് പറയുന്നത്. സ്റ്റീവന് പെട്ടെന്ന് പേടിയാവാൻ തുടങ്ങി. കാരണം മ്യൂസിയത്തിൽ പ്രശ്നം ഉണ്ടാക്കിയതിന് കേസൊന്നും എടുത്തിട്ടില്ലായിരുന്നു. സ്റ്റീവനെ വെറുതെ വിട്ടതുമാണ്. പിന്നെ എന്തിനായിരിക്കും പോലീസ് വരുന്നത്? ലൈല പെട്ടെന്ന് റൂമിൽ എവിടെയോ പോയി ഒളിക്കുന്നു. സ്റ്റീവൻ പോയി വാതിൽ തുറന്നപ്പോ അവിടെ രണ്ട് പോലീസുകാർ തന്നെയാണ് നിൽക്കുന്നത്. സ്റ്റീവൻ ആദ്യം താൻ കുറച്ച് ബിസിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ പോലീസുകാർ വീടിന്റെ ഉള്ളിലേക്ക് വരുവാണ്. മിസ്റ്റർ സ്റ്റീവൻ ഗ്രാൻഡ്, ഇപ്പൊ വീട്ടിൽ താൻ മാത്രമേ ഉള്ളൂ അല്ലേ? അല്ല, ഇപ്പൊ ഞാനും എന്റെ ഗോൾഡ് ഫിഷും കൂടി ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ താമസം. പിന്നെ ഞാൻ ആ മ്യൂസിയത്തിൽ ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ കാര്യമാണെങ്കിൽ അവർക്കതിൽ കേസൊന്നും ഇല്ലെന്ന് പറഞ്ഞതാ. എന്നെ വെറുതെ വിട്ടതാ. ഇതെന്താ ഈ റൂമൊക്കെ ഇങ്ങനെ കിടക്കുന്നത്? കെട്ടാനുള്ള കയറും താഴെ മണലും ഒക്കെ കിടക്കുന്നുണ്ടല്ലോ. അയ്യോ, അതെനിക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തു വെച്ചേക്കുന്നതാ. പിന്നെ മ്യൂസിയത്തിൽ ഞാൻ കാണുമ്പോൾ തകർന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൈസ ഞാൻ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചോളാം. എനിക്ക് പോലീസിന് ഭയങ്കര പേടിയാ. പോലീസുകാർ വീണ്ടും സ്റ്റീവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അവർക്ക് അവിടെ ഇരുന്ന ബാഗിൽ നിന്ന് മാർക്ക് സ്പെക്ടറിന്റെ പാസ്പോർട്ട് കിട്ടുവാണ്. അതായത് ആ ലോക്കറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ബാഗിൽ നിന്ന്. അപ്പോൾ സ്റ്റീവൻ ഗ്രാൻഡിന്റെ കയ്യിൽ മാർക്ക് സ്പെക്ടർ എന്ന് പേരുള്ള അവന്റെ തന്നെ ചിത്രമുള്ള ഒരു പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇല്ലീഗൽ ആണല്ലോ. അത് കുറ്റകരമാണ്. അതുകൊണ്ട് പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. പാവം സ്റ്റീവൻ പിന്നെയും പെട്ടു. ഈ സമയത്ത് അവിടെ വേറെ ആരും ഇല്ലെന്ന് ആ പോലീസുകാർ ഉറപ്പുവരുത്തുന്നുണ്ട്. നമ്മളുടെ ലൈല ആരാ മോള്, അവൾ ആ സ്കാരബ് കയ്യിലെടുത്ത് ജനലിന്റെ സൈഡിലെ ഭാഗത്തായിട്ട് കയറി നിൽക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ ആരും കണ്ടില്ല. ഈ സമയത്ത് പാവം സ്റ്റീവനെ കയ്യിൽ വിലങ്ങൊക്കെ വെച്ചാണ് കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അവൻ അറിഞ്ഞിട്ട് പോലില്ലാത്ത കാര്യങ്ങൾക്ക്, അതും മാർക്ക് സ്പെക്ടർ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് പെടുന്നത് മുഴുവൻ സ്റ്റീവനാണ്. ഓഫീസർമാർ മാർക്ക് സ്പെക്ടർ എന്ന പേരിൽ എന്തൊക്കെയാണ് വിവരങ്ങളുള്ളതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അവർക്ക് ഞെട്ടിക്കുന്ന കുറച്ച് വിവരങ്ങളാണ് കിട്ടിയത്. അപ്പൊ നീ ചെറിയ പുള്ളിയൊന്നും അല്ലല്ലേ? നീ ഒരു വലിയ കള്ളനാണല്ലോ. നീ ഒരു മെഴ്സണറി ആയിരുന്നല്ലേ? പൈസ തന്ന നീ എന്ത് ചെയ്യൂ? ആരെയും കൊല്ലുമോ നീ? ഈജിപ്തിലെ ഒരു സ്ഥലത്ത് വെച്ച് പുരാവസ്തുക്കൾ അന്വേഷിക്കാൻ വന്ന ഒരു കൂട്ടം സയന്റിസ്റ്റുകളെ നീ എന്താ ചെയ്തേ? അവരെല്ലാവരെയും പിടിച്ചു കെട്ടി തലയുടെ ബാക്കിക്കോടെ വെടിവെച്ച് കൊന്നു കളഞ്ഞു. നീ ആള് കൊള്ളാലോ. എന്നിട്ടൊരു പാവത്തിന്റെ പോലെ അഭിനയിക്കുന്നു. എന്റെ
പൊന്നു സാറേ, ഞാനൊരു ഈച്ചയെ പോലും കൊല്ലാറില്ല. ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ഇതവനാ. ഇത് ചെയ്തത് മാർക്ക് സ്പെക്ടർ. അടിപൊളി, അതന്നെയല്ലേ ഞങ്ങളും പറഞ്ഞു. എന്തായാലും നീ കുറ്റം സമ്മതിച്ചല്ലോ, അത് മതി. അങ്ങനെയല്ല മാഡം, ഞാൻ സ്റ്റീവനാണ്. ഐ എം സ്റ്റീവൻ ഗ്രാൻഡ്. അത് മാർക്ക് സ്പെക്ടർ. അല്ല സാറേ, നമ്മള് പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോയിക്കൊണ്ടിരുന്നത്? ഇതേതാ സ്ഥലം? അല്ല മോനെ, ഞങ്ങള് പോലീസുകാരാണെന്ന് പറഞ്ഞപ്പോ നിന്നോടാരെ വിശ്വസിക്കാൻ പറഞ്ഞത്? എന്തായാലും ഇവിടെ തന്നെ ഇരിക്കി, നിന്നെ കാണാൻ ഒരാൾ വരും. അങ്ങനെ പറഞ്ഞ് അവരിറങ്ങി പോവാണ്. അറിയാത്ത ഏതോ സ്ഥലത്ത് അവർ വണ്ടി കൊണ്ടുവന്ന് നിർത്തി. അപ്പൊ കാര്യം മനസ്സിലായല്ലോ, ഇത് പോലീസ് ഒന്നും ആയിരുന്നില്ല, ഇത് മിസ്റ്റർ ഹാരോയുടെ ആളുകളായിരുന്നു. അവരിറങ്ങി പോയി കഴിഞ്ഞപ്പോ അവിടെ അടുത്തൊരു കുട്ടി നിന്ന് ബോൾ എറിഞ്ഞ് കളിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയോട് സ്റ്റീവൻ തന്നെ രക്ഷപ്പെടുത്താൻ പറയുവാണ്. പക്ഷെ അവളുടെ കയ്യിലും ആ ത്രാസിന്റെ സിമ്പിൾ ഉണ്ടായിരുന്നു. ഇങ്ങനെ കയ്യിൽ സിമ്പിൾ ഉള്ളവരൊക്കെ ആർതർ ഹാരോയുടെ ആളുകളാണ്, അതായത് അമിത്തിൽ വിശ്വസിക്കുന്നവർ. കൊച്ചു ടെററായിട്ട് നോക്കിയപ്പോ സ്റ്റീവൻ പേടിച്ചുപോയി. ഈ സമയത്ത് കാറിലെ റിഫ്ലക്ഷനിക്കോടെ മാർക്ക് അങ്ങോട്ട് വരുവാണ്. സ്റ്റീവൻ, അയ്യോ താനൊന്ന് പറഞ്ഞിട്ടൊക്കെ വാ, അല്ലെങ്കിൽ മനുഷ്യൻ പേടിച്ച് കിളി പോയിരിക്കോ. നീ ഇപ്പൊ എന്റെ തലയിൽ നിന്ന് ഇറങ്ങി പോവാൻ നോക്ക്, എനിക്ക് നിന്നെ കാണണ്ട. സ്റ്റീവൻ, ഞാൻ നിന്റെ ബോഡിയുടെ കൺട്രോൾ എടുക്കുന്നതിന് നീ എതിർക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷെ ഇപ്പൊ അങ്ങനെ ചെയ്യരുത്. ബോഡിയുടെ കൺട്രോൾ എനിക്ക് വിട്ടുതരണം. നീ എന്തൊക്കെയാ ചെയ്തതെന്ന് ഞാൻ അറിഞ്ഞു. നീ ഒരു കൂട്ടം സയന്റിസ്റ്റുകളെ തലയിക്കോടെ മുണ്ടിട്ട് കണ്ണൊക്കെ കെട്ടി തലയുടെ പിന്നിന്ന് വെടിവെച്ച് കൊന്നല്ലേ? നീ ഇത്രയും ക്രൂരനായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതും നീ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് എന്റെ ബോഡി വെച്ചാണല്ലോ എന്ന് ആലോചിക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുക. സ്റ്റീവൻ, അവർ പറയുന്നത് വിശ്വസിക്കില്ലേ? അതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ. നീ ഇനി എന്ത് തേങ്ങ പറഞ്ഞാലും ഞാൻ എന്റെ ബോഡിയുടെ കൺട്രോൾ നിനക്ക് വിട്ടു തരില്ല. മതി നീ എന്റെ ബോഡി വെച്ച് ആളുകളെ കൊന്നത്. ഇത്രയും പാപം ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല. ഈ സമയത്താണ് മനസ്സിലാവുന്നത്, വണ്ടിയിൽ അവൻ ഒറ്റയ്ക്കാക്കി പോയപ്പോ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ അവരവിടെ ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റീവൻ ഒറ്റയ്ക്കിരുന്ന് ഇങ്ങനെ മാർക്കിനോട് സംസാരിക്കുന്നത് ഹാരോ പുറത്തിരുന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹാരോ സ്റ്റീവന്റെ അടുത്തേക്ക് വരുവാണ്. ഐ എം സോറി സ്റ്റീവൻ, നിന്നെ കാറിൽ വെയിറ്റ് ചെയ്യിപ്പിച്ചതിന് ക്ഷമിക്കണം. പക്ഷേ നിന്റെ ശരിക്കുള്ള പ്രശ്നം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നീ പറഞ്ഞൊന്നും കള്ളമായിരുന്നില്ലെന്നും നിനക്ക് പോലും അറിയാത്ത മറ്റൊരാൾ നിന്റെ ഉള്ളിലുണ്ടെന്നും എനിക്കിപ്പോ മനസ്സിലായി. എന്തായാലും ഹാരോ ആളൊരു മാന്യനാണ്. അയാൾ പെട്ടെന്ന് സ്റ്റീവന്റെ കയ്യിലെ വിലം കഴിക്കുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് നിന്നെ ജഡ്ജ് ചെയ്യാൻ നോക്കിയ സമയത്ത് എന്റെ കയ്യിലെ ത്രാസ് ബാലൻസ് ആവാതെ ഇരുന്നതെന്ന്. കാരണം നീ ഒരാളല്ല, നിന്റെ ഉള്ളിൽ മറ്റൊരാളുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തലയിൽ ഇങ്ങനെ മറ്റൊരാളുടെ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നിനക്ക് സ്വയം നിയന്ത്രിക്കാൻ പറ്റുന്നില്ലല്ലേ? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തില്ല സ്റ്റീവൻ. നിന്റെ ഉള്ളിൽ മാർക്ക് സ്പെക്ടർ എന്ന് പറയുന്ന മറ്റൊരുത്തും കൂടിയുണ്ട്. അവൻ സേവിക്കുന്നത് ഖോൻഷു എന്ന് പറയുന്ന ദൈവത്തിനെയാണ്. ഓരോ ദൈവങ്ങളും അവരുടെ അവതാരമായി പ്രവർത്തിക്കാൻ മനുഷ്യരിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കും. അങ്ങനെ ഖോൻഷു തിരഞ്ഞെടുത്ത ഒരാളാണ് മാർക്ക് സ്പെക്ടർ, അതായത് നിന്റെ ഉള്ളിലെ മറ്റൊരു പേഴ്സണാലിറ്റി. കഴുകന്റെ അസ്ഥികൂടം പോലെ തലയുള്ള ആ രൂപത്തിന് നീയും കണ്ടിട്ടുണ്ടാവും. അവനാണ് ഖോൻഷു. ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. നിന്നെ എന്തുകൊണ്ടാണ് ഖോൻഷു അവന്റെ അവതാരമായി തിരഞ്ഞെടുത്തതെന്ന് അറിയാമോ? കാരണം നിന്റെ മനസ്സ് ഓൾറെഡി ഉടഞ്ഞു പോയതായിരുന്നു. നിന്റെ ഉള്ളിൽ ഈ രണ്ട് പേഴ്സണാലിറ്റികൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി കളിക്കുന്നത്, അത് നിന്നെ എളുപ്പത്തിൽ തന്റെ ആളാക്കി മാറ്റാൻ ഖോൻഷുവിന് സഹായമായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൻ നിന്നെ അവതാരമായി തിരഞ്ഞെടുത്തത്. കാരണം നിന്റെ മനസ്സ് ഒട്ടും സ്ട്രോങ് അല്ല. ഇതൊക്കെ ശരിയാണെന്ന് എനിക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും. ആക്ച്വലി എനിക്കങ്ങനെ മാനസിക പ്രശ്നമൊന്നുമില്ല. എന്റെ ഉള്ളിൽ മാർക്ക് സ്പെക്ടർ ആണ് ഒരേ ഒരു പ്രശ്നം. എനിക്കിപ്പോ ഒരു ഹെൽപ്പാണ് വേണ്ടത്. ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തി തരാൻ പറ്റൂ? അതിനാണ് ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്റെ കൂടെ വരൂ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം. ഹാരോ സ്റ്റീവനെ ഇങ്ങനെ പറഞ്ഞു മയക്കുന്നത് കണ്ട് ഖോൻഷു അങ്ങോട്ട് വരുവാണ്. ആ രൂപം പിന്നെയും കണ്ട് സ്റ്റീവൻ ഞെട്ടിപ്പോയി. സ്റ്റീവൻ പേടിക്കുന്ന കണ്ടപ്പോ മിസ്റ്റർ ഹാരോയ്ക്ക് മനസ്സിലായി അവൻ ഖോൻഷുവിനെ കാണുന്നുണ്ടെന്ന്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സ്റ്റീവൻ റിഫ്ലക്ഷനിൽ നോക്കി മാർക്കിനോട് സംസാരിക്കാറുണ്ടല്ലോ. കണ്ണാടിയിലെ മാർക്കിനെ സ്റ്റീവന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് മാർക്കിനെ കാണാനൊന്നും പറ്റില്ല. സ്റ്റീവൻ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുന്ന പോലെയാണ് തോന്നുക. റിഫ്ലക്ഷനിലായാൽ പോലും മാർക്കിനെ വേറെ ആൾക്കാർക്ക് കാണാൻ പറ്റില്ല, സ്റ്റീവനെ തന്നെയാണ് കാണാൻ പറ്റുക. കാരണം അത് സ്റ്റീവന്റെ മനസ്സിലൂടെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അവന് തോന്നുന്ന കാര്യങ്ങളാണത്. ആക്ച്വലി സ്റ്റീവന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്നാണ് മാർക്ക് അവനോട് സംസാരിക്കുന്നത്. പിന്നെ ഖോൻഷുവിന്റെ അവതാരമാണ് മാർക്ക് സ്പെക്ടർ. ഈ മാർക്ക് സ്പെക്ടർ ഉപയോഗിക്കുന്നത് സ്റ്റീവൻ ഗ്രാൻഡിന്റെ ബോഡിയാണല്ലോ. അതുകൊണ്ടാണ് ആർതർ ഹാരോ ഉണ്ടാക്കി വിട്ട ആ പേപ്പട്ടിയൊക്കെ സ്റ്റീവൻ ഗ്രാൻഡിനും കാണാൻ പറ്റുന്നത്. പക്ഷെ CCTV കൂടെ നോക്കുന്ന സാധാരണക്കാർക്ക് ആ പേപ്പട്ടിയെ ഒന്നും കാണാൻ പറ്റുന്നില്ല. അതുപോലെ ഖോൻഷുവിന്റെ അവതാരമായിട്ടുള്ള സ്റ്റീവൻ ഗ്രാൻഡിനും മാർക്ക് സ്പെക്ടറിനും മാത്രമാണ് ഖോൻഷുവിനെ കാണാനും കേൾക്കാനും സാധിക്കുന്നുള്ളൂ. ആർതർ ഹാരോയ്ക്ക് ഖോൻഷുവിനെ കാണാൻ സാധിക്കില്ല. പക്ഷെ അയാൾക്ക് മനസ്സിലായി ഖോൻഷു അവിടെ നിൽക്കുന്നുണ്ടെന്ന്. സ്റ്റീവൻ ഗ്രാൻഡ് അല്ലെങ്കിൽ മാർക്ക് സ്പെക്ടർ, നിങ്ങളിൽ ആരായാലും വേണ്ടില്ല, ആർതർ ഹാരോയെ കൊല്ല്, ഇപ്പൊ തന്നെ കൊല്ലണം. നിനക്ക് ഖോൻഷുവിനെ കാണാൻ പറ്റുന്നുണ്ടല്ലേ? പണ്ട് എനിക്കും പറ്റാറുണ്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് അവനെ കാണാൻ പറ്റില്ല. എന്നാൽ അവൻ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ കൊല്ലാനല്ല അവൻ പറയുന്നത്. നോക്കി നിൽക്കാതെ ആർതർ ഹാരോയുടെ തലമണ്ട അടിച്ച് പൊളിക്ക്. ഇവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. നിങ്ങളെ ചെറുതായിട്ടൊന്ന് കൊല്ലാനാണ് ഖോൻഷു പറയുന്നത്. അതെനിക്ക് മനസ്സിലായി. പക്ഷേ ഖോൻഷു പറയുന്ന എല്ലാ കാര്യങ്ങളും നീ ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നീ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്താൽ മതി. നിനക്കെന്നെ കൊല്ലണമെന്നും ഇല്ലല്ലോ. നീ ഒരു നല്ല ആളല്ലേ? അപ്പോ ഇനിയും അവൻ പറയുന്നത് പോലെ നീ നിന്റെ ആ സ്യൂട്ട് പുറത്തെടുത്ത് ഫൈറ്റ് ചെയ്യുന്നതിന് മുൻപ് സ്വയം ആലോചിക്കുക. നീ സമാധാനം ആഗ്രഹിക്കുന്ന ആളാണ്. നീ ഒരു ഫൈറ്റർ അല്ല സ്റ്റീവൻ. നീ ഒരു പാവമാണ്. എന്തായാലും എന്റെ കൂടെ വരൂ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് കാണിച്ചു തരാം. ഈ സമയത്ത് ഖോൻഷുവിന് ദേഷ്യം വന്നിട്ട് അവൻ അവിടെ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കുറച്ച് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു പോയി. ഇപ്പൊ നിങ്ങൾ പലരും വിചാരിക്കും ഈ പറയുന്ന ഖോൻഷു ഒരു ദൈവമല്ലേ, എന്നാ പിന്നെ അയാൾക്ക് തന്നെ നേരിട്ടെല്ലാം ചെയ്താൽ പോരെ? തൊട്ടു മുന്നിൽ നിൽക്കുന്ന ആർതർ ഹാരോയുടെ തലമണ്ടയോ അല്ലെങ്കിൽ വേറെ എന്ത് വേണമെങ്കിലും ഖോൻഷുവിനെ അടിച്ച് പൊളിക്കാവുന്നതല്ലേ ഉള്ളൂ. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല. ഈജിപ്ഷ്യൻ ദൈവങ്ങൾക്കിടയിൽ ഒരു പ്രധാന നിയമമുണ്ട്. അവർ മനുഷ്യന്മാർക്കിടയിൽ അങ്ങനെ കയറി ഇടപെടാൻ പാടില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർ നേരിട്ടൊന്നും ചെയ്യാൻ പാടില്ല. അതായത് ദൈവങ്ങൾക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല.
പറ്റില്ല. അവരവരുടെ അവതാരമായിട്ട് ഒരു മനുഷ്യനെ തിരഞ്ഞെടുക്കണം. എന്നിട്ട് ആ മനുഷ്യന് വേണമെങ്കിൽ ശക്തികളും കൊടുക്കാം. എന്നിട്ട് ആ മനുഷ്യൻ വഴിയാണ് ദൈവങ്ങൾക്ക് ഈ ലോകത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഖോൻഷു പിന്നിൽ നിൽക്കുമ്പോഴും ആർതർ ഹാരോ പേടിക്കാതെ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത്. ഖോൻഷുവിന് സ്വയം അയാളൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ അത് അവന്റെ അവതാരമായിട്ടുള്ള മാർക്ക് സ്പെക്ടറിൽ കൂടെ പറ്റൂ. ഇപ്പൊ മുന്നിൽ നിൽക്കുന്നതാണെങ്കിൽ സ്റ്റീവനാണ്. കാര്യങ്ങൾ മനസ്സിലായല്ലോ. ആർതർ ഹാരോ സ്റ്റീവനെ അയാളുടെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് കാണാൻ പറ്റുന്നത്. വളരെ നന്മയുള്ള ആളുകൾ, കുറച്ചുപേര് കൃഷി ചെയ്യുന്നു, കുട്ടികൾ കളിക്കുന്നു. എല്ലാവരും ആർതർ ഹാരോ വരുമ്പോൾ അയാളെ ബഹുമാനത്തോട് വണങ്ങുന്നുണ്ട്. ഹാരോ ആയാലും എല്ലാവരോടും വളരെ നൈസ് ആയിട്ടാണ് പെരുമാറുന്നത്. അവിടെയുള്ള ആളുകളൊക്കെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാൻ ട്രൈ ചെയ്യും. അറിയുന്ന കാര്യങ്ങൾ പരസ്പരം പറഞ്ഞു കൊടുക്കും, പഠിക്കും. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഈ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ പണ്ട് ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല. ഈ നഗരത്തിൽ തന്നെ ഏറ്റവും അധികം ക്രൈംസ് നടക്കുന്ന, കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. പക്ഷെ ആർതർ ഹാരോ അങ്ങനെ കുറ്റം ചെയ്തവരെയും ഇനി ചെയ്യാൻ സാധ്യതയുള്ളവരെയും ഒക്കെ അയാളുടെ കയ്യിലുള്ള അമിത്തിന്റെ മന്ത്രവടി വെച്ച് ജഡ്ജ് ചെയ്തില്ലാതെയാക്കി. അപ്പൊ നല്ലവർ മാത്രമാണ് ഈ സ്ഥലത്ത് ഇപ്പൊ ഉള്ളൂ. അതുകൊണ്ട് രാത്രി വാതിൽ കുറ്റിയിടാതെ വരെ കിടന്നുറങ്ങാം, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു ലോകമാണ് ആർതർ ഹാരോയുടെയും അയാളുടെ താഴെയുള്ള അമിത്തിനെ വിശ്വസിക്കുന്നവരുടെയും ഒക്കെ ആഗ്രഹം. ലോകം മുഴുവൻ ഇങ്ങനെ സമാധാനമുള്ള, കുറ്റം ചെയ്യാൻ സാധ്യതയുള്ളവർ പോലും ഇല്ലാത്ത ഒരു സ്ഥലമാക്കി മാറ്റണം. പക്ഷെ ലോകം മുഴുവൻ കിടന്ന് നടന്ന് ഹാരോയ്ക്ക് ഓരോരുത്തരെയായിട്ട് ഇങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താണ് ചെയ്യുക? ആരൊക്കെയോ അടച്ചു വെച്ചിരിക്കുന്ന അമിത് എന്ന് പറയുന്ന ദേവതയെ പുറത്തിറക്കണം. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അമിത് എന്ന് പറയുന്ന ദേവത ചിലപ്പോൾ ലോകത്തിന് മുഴുവൻ ഒറ്റയടിക്ക് അങ്ങോട്ട് ജഡ്ജ് ചെയ്യും. ബില്യൺ കണക്കിന് ആളുകൾ മരിച്ചു വീഴും. ഇതുവരെ കുറ്റം ചെയ്തവരും ഇനി ചെയ്യാൻ പോകുന്നവരും അടക്കം ഒറ്റയടിക്കില്ലാതെയാവും. പിന്നെ ലോകം തീർച്ചയായിട്ടും മനോഹരമായിരിക്കുമല്ലോ. കാരണം കുറ്റം ചെയ്യാനായിട്ട് അധികം ആളുകളൊന്നും അവശേഷിക്കില്ല. ഇതാണ് ഇയാളുടെ സ്വപ്നം. നമ്മുടെ താനോസും ഇങ്ങനെയായിരുന്നു. പ്രപഞ്ചത്തിന്റെ മുഴുവൻ നന്മയ്ക്ക് വേണ്ടി പ്രപഞ്ചത്തിലെ പകുതി ആളുകളെ ഇല്ലാതെയാക്കാനാണ് താനോസ് ശ്രമിച്ചത്. ഉള്ളിലെ ആഗ്രഹം നന്മയായിരുന്നെങ്കിലും തെരഞ്ഞെടുത്ത വഴി മോശമായിരുന്നു. അത് തന്നെയാണ് ആർതർ ഹാരോയുടെയും അമിത്തിന്റെയും ഒക്കെ പ്രശ്നം. ഇത് ഖോൻഷുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഖോൻഷു ആർതർ ഹാരോയ്ക്കും അമിത്തിനും ഒക്കെ എതിരെ നിൽക്കുന്നത്. അമിത്തും ഖോൻഷുവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം തന്നെ എന്താന്ന് വെച്ചാൽ ഖോൻഷു കുറ്റം ചെയ്ത് കഴിഞ്ഞവരെയാണ് കൊല്ലുക. അതിനു വേണ്ടിയിട്ടാണ് ഖോൻഷു തന്റെ അവതാരമായിട്ട് മാർക്ക് സ്പെക്ടറിനെ മൂൺ നൈറ്റായി അല്ലെങ്കിൽ ചന്ദ്രദേവന്റെ പോരാളിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. പക്ഷെ അമിത് അങ്ങനെയല്ല. ഇതുവരെ കുറ്റം ചെയ്തവരെയും കൊല്ലും, ഭാവി ചെയ്യാൻ പോകുന്നവരെയും കൊല്ലും. പക്ഷെ അതത്ര ശരിയായിട്ടുള്ള കാര്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുറ്റം ചെയ്തവരെ കൊന്നാ പോരെ. എന്തായാലും ആർതർ ഹാരോ തന്റെ സ്വപ്നലോകം സ്റ്റീവന് കാണിച്ചു കൊടുക്കുന്നത് ഖോൻഷു മുകളിലിരുന്ന് കാണുന്നുണ്ട്. ഇനി എങ്ങാനും ഹാരോ സ്റ്റീവനെ പറഞ്ഞു മയക്കിയെടുത്ത് അവരുടെ ഗ്രൂപ്പിൽ ഒരാളാക്കുമോ എന്നാണ് ഖോൻഷു ചിന്തിക്കുന്നത്. ഹാരോ സ്റ്റീവനെ അവരുടെ പ്രധാന കെട്ടിടത്തിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ ആളുകളൊക്കെ ഇരുന്ന് സിനിമ കാണുന്നുണ്ട്, സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല സ്റ്റീവന് വിശക്കുന്നുണ്ടെങ്കിൽ ഫുഡും തരാമെന്ന് പറയുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഇവിടെ ഫുഡ് ഫ്രീ ആണ്. നമ്മുടെ സ്റ്റീവൻ വീഗൻ ആയതുകൊണ്ട് ഹാരോവിന് വേണ്ടി വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കുന്നു. അവിടെ എല്ലാവരും കളിച്ചു തിരിച്ച് നല്ല സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്. സ്റ്റീവന് തന്നെ തോന്നാൻ തുടങ്ങി, ഇതിപ്പോ കൊള്ളാലോ പരിപാടി, ഇവിടുത്തെ ലൈഫ് നൈസ് ആണല്ലോ. അപ്പോ സ്റ്റീവൻ, നമ്മളെപ്പോഴും ശരിയായിട്ടുള്ള സൈഡ് വേണം തിരഞ്ഞെടുക്കാൻ. ഖോൻഷുവിനായാലും ശരിയും തെറ്റും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളെ തിരഞ്ഞെടുക്കാൻ തന്നെയായിരിക്കും ആഗ്രഹം, ഒരു നല്ല മനുഷ്യനെ. അതിന് നീ ഒരു നല്ല മനുഷ്യനല്ലല്ലോ ഹാരോ. ഇങ്ങനെ പറഞ്ഞ് ഖോൻഷു അവിടെ ഇരിക്കുന്ന കുറെ പാത്രങ്ങളൊക്കെ തട്ടിമറിച്ചിടുവാണ്. കുഴപ്പമില്ല സ്റ്റീവൻ, ഖോൻഷു അങ്ങനെ പലതും ചെയ്യും. അവനെ കൊണ്ട് അത്രയൊക്കെ ചെയ്യാൻ പറ്റൂ. അവൻ ഈ 2 വയസ്സുള്ള പിള്ളേരെ പോലെയാ, പെട്ടെന്ന് ദേഷ്യപ്പെടും. വേറെ ഒരുപാട് ദൈവങ്ങളുണ്ട്, അവർക്കൊന്നും ഖോൻഷുവിന് ഒരു ബഹുമാനവും ഇല്ല. അവന്റെ ഈ സ്വഭാവം കാരണം തന്നെയായിരിക്കും അവനോട് ബഹുമാനം ഇല്ലാത്തതും ദൈവങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഖോൻഷുവിനെ പുറത്താക്കിയതും. ഞാൻ നിന്റെ പോലെയല്ല. ഞാൻ തെറ്റ് ചെയ്തവരെ മാത്രമേ ശിക്ഷിക്കാറുള്ളൂ. ഞാൻ നടപ്പിലാക്കുന്നതാണ് ശരിയായ നീതി. ഇങ്ങോട്ട് നോക്കൂ സ്റ്റീവൻ, നീ അവൻ പറയുന്നൊന്നും കാര്യമാക്കണ്ട. എനിക്ക് അവൻ പറയുന്നത് കേൾക്കാൻ സാധിക്കില്ലെങ്കിലും അവനിപ്പോ പറഞ്ഞെന്താന്ന് ഞാൻ പറയട്ടെ. അവനാണ് ശരിക്കുള്ള നീതി എന്നല്ല പറഞ്ഞത്. അല്ല, അപ്പൊ നിങ്ങൾക്ക് അവനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാൻ പറ്റില്ല. പക്ഷേ നിനക്ക് മുന്നേ അവന്റെ മൂൺ നൈറ്റ്, അതായത് അവന്റെ അവതാരം ഞാനായിരുന്നു. അവന്റെ പ്രതികാരം നടപ്പിലാക്കാൻ വേണ്ടി അവൻ എന്നെയാണ് തെരഞ്ഞെടുത്തത്. അന്ന് എനിക്കും നിന്റെ മേൽ വരാറുള്ളത് പോലെയുള്ള സ്യൂട്ട് ഉണ്ടായിരുന്നു, ശക്തികളുണ്ടായിരുന്നു. ആക്ച്വലി നിങ്ങൾ ഈ പറയുന്ന മൂൺ നൈറ്റ് ഞാനല്ല. ഖോൻഷിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് ഞാനല്ല, അത് മാർക്കാണ്. മാർക്ക് സ്പെക്ടർ. അവൻ എന്റെ ഉള്ളിലാ ഉള്ളത്. ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരും. അവൻ പുറത്തു വന്നാൽ പിന്നെ കുറെ ആളുകളെ കൊല്ലും, എല്ലാം പ്രശ്നത്തിലാവും. അവൻ കാരണം എന്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. വിഷമിക്കാതിരിക്കൂ സ്റ്റീവൻ, നമ്മൾക്ക് എല്ലാത്തിനും വഴി ഉണ്ടാക്കാം. എങ്ങനെയുണ്ട് നമ്മളുടെ സൂപ്പ്? നീ വരുന്നത് കൊണ്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ. ഖോൻഷു കുറ്റം ചെയ്തിട്ടുള്ളവരെ ശിക്ഷിക്കുന്നു. ഒരാൾ കുറ്റം ചെയ്തു കഴിഞ്ഞ് ശിക്ഷിച്ചിട്ട് ആ കുറ്റത്തിന്റെ ഇരയായവർക്ക് നീതി കിട്ടുമോ? കുറ്റം ചെയ്തു കഴിഞ്ഞ് ശിക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് അതിനു മുൻപേ അത് തടയുന്നതല്ലേ? നിന്നെ ഒരാൾ വന്ന് കത്തികൊണ്ട് കുത്തിയെന്ന് കരുതൂ. നീ മരിച്ചതിന് ശേഷം അയാളെ കൊന്നിട്ട് എന്താണ് കാര്യം? നിന്റെ ജീവൻ തിരിച്ചു വരില്ലല്ലോ. അതിനേക്കാൾ നല്ലത് നിന്നെ കുത്തുന്നതിന് മുൻപേ തന്നെ അയാളെ ശിക്ഷിക്കുന്നതല്ലേ? അപ്പോൾ നിന്റെ ജീവൻ രക്ഷപ്പെടില്ലേ? ഈ കാര്യങ്ങൾ ഞങ്ങളുടെ ദേവതയായിട്ടുള്ള അമിത്തിന് ശരിക്കറിയാം. ഒരു കുറ്റവാളിയെ അമിത് വേരോടെ നശിപ്പിക്കുന്നു. അമിത്തിന്റെ ജഡ്ജ്മെന്റ് തെറ്റാറില്ല. അമിത് നീതി നടപ്പാക്കുന്നത് കുറ്റം നടക്കുന്നതിന് മുൻപേയാണ്. അതുകൊണ്ടാണ് അടച്ചു വെക്കപ്പെട്ടിരിക്കുന്ന അമിത്തിനെ നമ്മൾ മോചിപ്പിക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലേ? സാർ, നിങ്ങൾ പറയുന്നത് മനസ്സിലായി, പക്ഷേ അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ലല്ലോ. നിങ്ങൾ ഈ പറയുന്ന അമിത് മുതലയുടെ തലയുള്ള ഒരു ദൈവമല്ലേ? അമിത്തിന്റെ ജഡ്ജ്മെന്റിനെ നീ സംശയിക്കേണ്ടതില്ല സ്റ്റീവൻ, അത് ശരിയായിരിക്കും. നല്ലവർ മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു ലോകം, അതാണ് എന്റെ സ്വപ്നം. എന്റെ മാത്രമല്ല അമിത്തിന്റെയും. ഞാൻ പറഞ്ഞു വരുന്നത് നിന്റെ കയ്യിലുള്ള ആ ഗോൾഡൻ സ്കാരബിനെ പറ്റിയാണ്. അമിത്തിനെ പൂട്ടിവെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് വഴി കാട്ടാൻ എനിക്ക് ആ സ്കാരബ് ആവശ്യമുണ്ട്. എന്നാൽ അമിത്തിനെ മോചിപ്പിക്കാൻ
എനിക്ക് പറ്റൂ. ഒരുപാട് കാലങ്ങളായി അമിത് സ്വതന്ത്രയാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നീ എന്നെ സഹായിക്കില്ലേ? അമിത് സ്വതന്ത്രയായി കഴിഞ്ഞാൽ ഉടനെ ഈ ലോകത്തിൽ നിന്ന് തെറ്റ് ചെയ്തവരും ചെയ്യാൻ പോകുന്നവരും ഇല്ലാതെയാവും. അങ്ങനെ ഒരു നല്ല ലോകമല്ലേ സ്റ്റീവൻ നമ്മൾക്ക് വേണ്ടത്? ഭൂമിയിൽ തന്നെ നമ്മൾക്കൊരു സ്വർഗം നിർമ്മിക്കണ്ടേ സ്റ്റീവൻ? ആ സ്കാരബ് എനിക്ക് തന്നേക്ക്. ഓ, സ്കാരബ് എന്റെ കയ്യിലില്ലല്ലോ. അത് സത്യമായിട്ട് കയ്യിലില്ല. ഇങ്ങനെ പറഞ്ഞതോടെ ഹാരോയ്ക്ക് ചെറുതായിട്ട് ദേഷ്യം വരാൻ തുടങ്ങി. ഇത്രയും നേരം ഇവിടെ ഇരുന്ന് വായിട്ട് അലച്ചത് ഈ സ്കാരബ് കിട്ടാൻ വേണ്ടിയായിരുന്നു. പതുക്കെ അവിടെ ചുറ്റുമുള്ള ആളുകളുടെ സ്വഭാവം മാറാൻ തുടങ്ങി. അവരൊക്കെ എഴുന്നേറ്റ് സ്റ്റീവന്റെ അടുത്തേക്ക് നടന്നു വരുവാണ്. സ്കാരബ് നിന്റെ കയ്യിലില്ലെങ്കിൽ പിന്നെ ആരുടെ കയ്യിലാ? അതറിയുന്നത് മാർക്കിനാണെങ്കിൽ സ്റ്റീവൻ മാർക്കിനോടൊന്ന് ചോദിച്ചു നോക്ക്. എന്നിട്ട് എന്നോട് പറ സ്കാരബ് എവിടെയാണെന്ന്. സ്റ്റീവൻ, ഇത് മാർക്കാണ്. എന്തൊക്കെ സംഭവിച്ചാലും നീ ലൈലയുടെ പേര് മാത്രം പറയരുത്. നീ അവളെ കൊലക്കി കൊടുക്കരുത് സ്റ്റീവൻ. നിന്റെ ബോഡിയുടെ കൺട്രോൾ എനിക്ക് തരാൻ സമയമായി സ്റ്റീവൻ. ഇനിയും വൈകിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ബോഡിയുടെ കൺട്രോൾ എനിക്ക് താ. സ്റ്റീവൻ, നീ എന്താ ആലോചിച്ചിരിക്കുന്നത്? മാർക്കിനോട് വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം. ഞാൻ ഈ പറയുന്നത് മാർക്ക് കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. ഓരോ വട്ടവും ഖോൻഷ് നിന്നോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കാറില്ലേ? ഓരോ വട്ടവും അത് ചെയ്യുമ്പോൾ അതാണ് നിനക്കുള്ള അവസാനത്തെ ജോലി എന്ന് ഖോൻഷു പറയാറില്ലേ? എന്നിട്ട് നിന്നെ ഇതുവരെ വെറുതെ വിട്ടോ ഖോൻഷു? നീ എന്നും അവന്റെ അടിമയെ പോലെ ആയിരിക്കും. ഇതാണ് ഖോൻഷുവിന്റെ പ്രശ്നം. അവൻ ഒരിക്കലും നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിന്നെ ഖോൻഷു ഒരിക്കലും ഫ്രീ ആക്കില്ല. ഞാനും പണ്ട് അവന്റെ അവതാരമായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം. ഒരിക്കലും ഖോൻഷുവിനെ വിശ്വസിക്കരുത്. അവനൊരു നുണയനാണ്. അവന്റെ കാര്യം നടത്താൻ വേണ്ടി അവൻ എന്ത് കള്ളവും പറയും. പക്ഷെ ഹാരോ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും സ്റ്റീവൻ അതിന് സപ്പോർട്ടായിരുന്നില്ല. അവനറിയാം അമിത് നടത്തുന്ന ഈ ജഡ്ജ്മെന്റ് അത്രയ്ക്കും കൊണ്ട് ശരിയല്ലെന്ന്. നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ കുറ്റം ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരാളെ കൊന്നുകളയാന്ന് പറഞ്ഞാൽ അതും ഒരു തെറ്റല്ലേ? അപ്പൊ ശരിക്കും നമ്മൾ നിരപരാധിയായിട്ടുള്ള ഒരാളെയല്ലേ കൊല്ലുന്നത്? ഒരാൾ എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യുമെന്ന് മനസ്സിൽ വിചാരിച്ചു എന്ന് പറഞ്ഞ അയാളെ കൊല്ലാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ ബോസിനെ എനിക്ക് എപ്പോഴും കൊല്ലണം എന്ന് തോന്നും. എന്ന് വെച്ച് ഞാൻ അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതിന്റെ അർത്ഥം ഞാനൊരു കുറ്റക്കാരനല്ലെന്നല്ലേ? മാത്രമല്ല എനിക്ക് എന്റെ ബോസിനെ കൊല്ലണം തോന്നിയാൽ തന്നെ ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെ ചെയ്യാനേ പോകുന്നില്ല. അത് മാത്രമല്ല ഇപ്പൊ ഒരു ചെറിയ കുട്ടി ഉണ്ടെന്ന് വെക്ക്. ആ കുട്ടി 30 വയസ്സാവുമ്പോൾ ഒരു കുറ്റം ചെയ്യുന്നു പറഞ്ഞ് ആ കുഞ്ഞിനെ ചെറുപ്പത്തിലെ കൊല്ലേണ്ട ആവശ്യമില്ലല്ലോ. സ്റ്റീവൻ, നീ പറയുന്നത് തെറ്റാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇതിങ്ങനെ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ കയ്യിലോ കാലിലോ ഒരു രോഗം പടരുന്നുണ്ടെങ്കിൽ ഡോക്ടർമാർ ആ കയ്യോ കാലോ മുറിച്ചു കളയുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ അത് മുഴുവൻ ശരീരത്തിനെയും നശിപ്പിച്ചു കളയും. അപ്പോ പ്രശ്നമുള്ള കയ്യോ കാലോ ആദ്യമേ തന്നെ മുറിച്ചു കളയുന്നതല്ലേ നല്ലത്? നിങ്ങൾ എന്താ പറയുന്നത്? 30 വർഷം കഴിഞ്ഞ ഒരു കുട്ടി ചെയ്യാൻ പോകുന്ന തെറ്റിന് വേണ്ടി ആ കുട്ടി ഇപ്പോഴേ കൊന്നു കളയുന്നത് ഒരു ഡോക്ടർ കൈയും കാലും മുറിച്ചു കളയുന്നതായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുക? ഇത് ശരിയല്ല. ദേ ഇവിടെ നിൽക്കുന്ന നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ ഇതിന് സപ്പോർട്ടാണോ? ഒരു തെറ്റും ചെയ്യാത്ത ഒരു കുട്ടിയെ ചെറുപ്പത്തിലെ കൊന്നുകളയുന്നത് ശരിയാണെന്നാണ് നിങ്ങളുടെ വിചാരം? ആരും എന്തതിനെതിരൊന്നും പറയാത്തത്? എന്തായാലും എനിക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇത് കേട്ടിട്ട് മിസ്റ്റർ ഹാരോയ്ക്ക് അങ്ങോട്ട് ചൊറിഞ്ഞു കയറി. വായിലെ വെള്ളം മുഴുവൻ പറ്റി. പക്ഷെ അതുകൊണ്ടൊരു കാര്യം ഉണ്ടായില്ല. സ്റ്റീവൻ, എന്റെ കയ്യിലിരിക്കുന്ന ഈ വടി എന്താണെന്ന് നിനക്കറിയോ? ഇതിൽ അമിത്തിന്റെ രൂപമുണ്ട്. അമിത്തിന്റെ ഏറ്റവും ആദ്യത്തെ അവതാരത്തിന് സമ്മാനമായി കൊടുത്തതാണ് ഈ മാന്ത്രിക വടി. അമിത്തിന്റെ ശക്തിയുടെ ഒരു അംശം ഈ വടിയിലും ഉണ്ട്. എന്നെ കൊണ്ട് അത് ഉപയോഗിപ്പിക്കരുത്. എനിക്കതിന് ആഗ്രഹമില്ല. അതുകൊണ്ട് ആ സ്കാരബ് എനിക്ക് തന്നേക്ക് സ്റ്റീവൻ. സത്യമായിട്ടും ആ സ്കാരബ് എന്റെ കയ്യിലില്ല. ഞാൻ സത്യം പറയുന്നത്. എനിക്ക് നിങ്ങൾ സഹായിക്കാനൊന്നും പറ്റില്ല. എങ്കിൽ ആ സ്കാരബ് എവിടെയാണെന്നെങ്കിലും പറ. അത് ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. ഹാരോ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ചുറ്റും നിൽക്കുന്ന അയാളുടെ ആളുകളൊക്കെ സ്കാരബ് എവിടെയാന്നിങ്ങനെ ഒരു മന്ത്രം പോലെ പറയാൻ തുടങ്ങി. സ്റ്റീവൻ ആകെ പേടിയായി. അപ്പോഴാണ് അങ്ങോട്ട് ലൈലയുടെ എൻട്രി. ഇവർ കുറെ നാളായിട്ട് നോക്കി നടക്കുന്ന സ്കാരബ് കൈ പൊക്കി പിടിച്ചുകൊണ്ടാണ് ലൈല അങ്ങോട്ട് കയറി വരുന്നത്. ഇതല്ല തനിക്ക് വേണ്ടത്. ഈ സ്കാരബ് എന്റെ കയ്യിലുണ്ടായിരുന്ന നീ കൈവശം വെച്ചിരിക്കുന്ന ആ വസ്തുവിന്റെ മൂല്യം എന്താണെന്ന് നിനക്ക് ശരിക്കും അറിയില്ല. അതെനിക്ക് തന്നേക്ക്. അമിത്തിനെ മോചിപ്പിക്കാൻ എനിക്ക് അതിന്റെ സഹായം ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉപയോഗവുമില്ല. തന്നേക്ക്. സ്റ്റീവൻ ഇതാകെ കുഴപ്പത്തിലാക്കുമെന്ന് തോന്നുന്നേ. മാർക്ക് എങ്ങനെയെങ്കിലും പുറത്തേക്ക് വന്ന് ഇതൊന്ന് ശരിയാക്ക്. അല്ലെങ്കിൽ ഈ സ്റ്റീവൻ ആ ഹാരോയുമായിട്ട് വല്ല ഡീലും ഉണ്ടാക്കി വെക്കും. സ്കാരബ് നമ്മളുടെ കയ്യിൽ നിന്ന് പോയ പ്രശ്നമാണ്. അമിത്തിനെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവളെ എനിക്ക് തടയാൻ പറ്റിയെന്ന് വരില്ല. ലൈല സൂത്രത്തിൽ സ്റ്റീവന്റെ അടുത്തേക്ക് വരുവാണ്. സ്യൂട്ട് പുറത്തെടുക്കാൻ സമയമായി. നീ എന്താ ലൈല പറയുന്നത്? സ്യൂട്ട് പുറത്തെടുക്കാനോ? ഏത് സ്യൂട്ട്? നീ ഇടയ്ക്ക് സ്യൂട്ട് പുറത്തെടുക്കാറില്ലേ? അതുപോലെ ചെയ്യാനാ പറയുന്നത്. എനിക്കറിയില്ല, ഞാൻ സ്യൂട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ലല്ലോ. ലൈലയ്ക്ക് ഇപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. അവൾ മാർക്കിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് മാർക്കിന് ഇങ്ങനെ ഒരു സൂപ്പർ പവർ ഉള്ളതായിട്ടും അവൻ ആളുകളെ നേരിടാൻ വേണ്ടി മൂൺ നൈറ്റ് സ്യൂട്ട് എടുക്കുന്നതായിട്ടും ലൈല കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ലൈല ആ സ്യൂട്ട് പുറത്തെടുക്കാൻ പറയുന്നത്. പക്ഷെ സ്റ്റീവൻ അതിനുള്ള കഴിവില്ലല്ലോ. ബോഡിയുടെ കൺട്രോൾ മാർക്കിനായിരിക്കുമ്പോഴാണ് മാർക്ക് മൂൺ നൈറ്റ് സ്യൂട്ട് എടുക്കാറുള്ളത്. സ്റ്റീവൻ ഇതുവരെ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. മാർക്ക് സ്യൂട്ട് പുറത്തെടുത്ത് എല്ലാവരെയും പഞ്ഞിക്കിടുന്നു വിചാരിച്ചിട്ടാണ് ലൈല ഓവർ കോൺഫിഡൻസിൽ ഇങ്ങോട്ട് സ്കാരബും കൊണ്ട് കയറി വന്നത്. ഇപ്പൊ അവൾക്ക് മനസ്സിലായി പണി പാളിന്ന്. അവൾ സ്റ്റീവനെ വലിച്ചുകൊണ്ട് ഓടാൻ തുടങ്ങി. ഹാരോയുടെ ആളുകൾ അവരെ തടയാൻ നോക്കുന്നുണ്ട്. ലൈലയും സ്റ്റീവൻ ഒരു വിധത്തിൽ എല്ലാവരുടെ കയ്യിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഒരു റൂമിലേക്ക് ചെന്ന് കയറി വാതിലടയ്ക്കുവാണ്. ഈ സമയത്ത് ഹാരോ ഇന്നലെ കണ്ട ജക്കാൾ അല്ലെങ്കിൽ പേപ്പട്ടിയെ വീണ്ടും വരുത്തുവാണ്. ഇയാൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അമിത്തിന്റെ മാന്ത്രിക ശക്തി പ്രവഹിക്കുന്ന ഈ വടി ഉണ്ടല്ലോ, ഈ മാന്ത്രിക വടി വെച്ച് അയാൾ നിലത്ത് കുത്തും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് മറ്റൊരു ഡയമെൻഷനിൽ നിന്ന് ഒരുപക്ഷെ അത് ഈ ജീവികളുള്ള നരകമായിരിക്കാം. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൽ പല ഡയമെൻഷൻസ് ഉണ്ടല്ലോ. ആസ്ട്രൽ ഡയമെൻഷൻ, ഡാർക്ക് ഡയമെൻഷൻ, മിറർ ഡയമെൻഷൻ, അങ്ങനെയുള്ള മറ്റേതോ ഒരു ഡയമെൻഷനിൽ നിന്നാണ് അമിത്തിന്റെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് ഈ ജക്കാളിനെ പുറത്തു കൊണ്ടുവരുന്നത്. കൂർത്ത നഖങ്ങളുള്ള കൈയുമായിട്ട് ആ പേപ്പട്ടി പുറത്തേക്ക് ചാടി. സ്റ്റീവനാണെങ്കിൽ പേടിയായിട്ട് വയ്യ. ലൈല,
നിന്നോട് ഇപ്പൊ ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ചാവുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ചത്താൽ മതിയായിരുന്നല്ലോ. ഇതിപ്പോ നമ്മൾ രണ്ടുപേരും ചാവുന്ന തോന്നുന്നു. ഇവിടെ വെച്ച് ചത്ത എന്റെ ബോഡി പോലും പുറത്തു പോയില്ലല്ലോ. ഹേയ് നീ പേടിക്കല്ലേ, നോക്ക് നീ ശരിക്കും മാർക്കാണ്. നിന്റെ പേര് മാർക്കെന്നാ. മാർക്ക് ഇപ്പൊ ഇവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ല, എന്നാൽ നിന്റെ ഉള്ളിൽ എവിടെയോ മാർക്ക് ഉണ്ട്, അതെനിക്കറിയാം. മാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു സ്യൂട്ട് എടുക്കാറുണ്ട്. ആ സ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവരൊക്കെ ഇടിച്ചിട്ട് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റും. നീ ആ സ്യൂട്ട് ഇതിന് മുന്നേ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല ലൈല, എനിക്ക് ആ സ്യൂട്ടിനെ പറ്റി ഒന്നും അറിയില്ല. ആ സ്യൂട്ട് ഇപ്പൊ എവിടെ നിന്ന് എടുക്കണമെന്നാ പറയുന്നത്? ഹേയ് സ്റ്റീവൻ, ഇപ്പൊ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലല്ലേ? നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഈ കാര്യമൊന്നും ലൈലയോട് പറയരുതെന്ന്. ഇപ്പൊ അവളുടെ ജീവൻ അപകടത്തിലായില്ലേ? ദയവ് ചെയ്ത് ഇനിയെങ്കിലും നീ ആ ബോഡിയുടെ കൺട്രോൾ എനിക്ക് വിട്ടുതാ. സ്യൂട്ടൊക്കെ ഞാൻ എടുത്തോളാം. ഇല്ലില്ല, കൺട്രോൾ ഒന്നും എനിക്ക് തരാൻ പറ്റില്ല. എടാ നീ ആരോടെ സംസാരിക്കുന്നത്? പ്ലീസ്, എനിക്ക് തലവേദന എടുക്കുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഒന്ന് സംസാരിക്കുന്നത് നിർത്തുവോ? സ്റ്റീവൻ പ്ലീസ്, ഇനി അധികം സമയമില്ല. ആ ജീവി പുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരെയും കടിച്ചു കയറും. ദയവ് ചെയ്ത് ബോഡിയുടെ കൺട്രോൾ എനിക്ക് താ. നീ ഒന്ന് കൂളാവും. ഞാൻ പറയുന്നേക്ക്, നിന്റെ ശരിക്കുള്ള പേര് മാർക്കെന്നാ. അങ്ങനെ ചിന്തിക്ക്, അപ്പൊ നിന്നെ കൊണ്ട് പറ്റും. ഞാൻ സത്യം പറയുന്നത്. ആ സ്യൂട്ട് പുറത്തേക്ക് വേണമെന്ന് വിചാരിക്ക്, അപ്പൊ അത് വരികയായിരിക്കും. ടൈം പോവാണ് സ്റ്റീവൻ, ഞാൻ പറയുന്നത് കേൾക്ക്. വേറെ വഴിയൊന്നുമില്ല. എടാ സ്യൂട്ട് എടുക്കാതെ ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല ഇവരുടെ അടുത്ത്. ഇവര് ഭയങ്കര പവർഫുള്ളാ. അയ്യോ, രണ്ടുപേരും ഒന്ന് സ്റ്റോപ്പ് ചെയ്യ്, നിർത്ത്. എനിക്ക് മതിയായി, എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. രണ്ടുപേരും എന്നെ ഒന്ന് വെറുതെ വിട്. അങ്ങനെ പറയല്ലേ, ഇനി നമുക്ക് സമയമില്ല. സത്യമായിട്ട് ഞാൻ പറയുക, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. ഇല്ല, നീ പറയുന്ന പോലെ ഞാനൊരു ഫൈറ്റർ ഒന്നും അല്ല. നമ്മളിവിടെ കിടന്ന് മരിക്കുന്ന തോന്നുന്നേ. ഓക്കെ, എന്നാൽ ഞാൻ എന്തെങ്കിലും വേറെ വഴിയുണ്ടോ നോക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് ലൈല കുറച്ചങ്ങോട്ടേക്ക് മാറി. ഈ സമയത്താണ് വാതിലടിച്ച് തകർത്ത് പേപ്പട്ടി അല്ലെങ്കിൽ ജക്കാൾ ഉള്ളിലേക്ക് കയറി വരുന്നത്. അത് നേരെ മുന്നിൽ കാണുന്നത് സ്റ്റീവനെയാണ്. സ്റ്റീവൻ വീണ്ടും അതിനെ കണ്ട് ആകെ പേടിച്ചു പോയി. അവൻ ലൈലയോട് ഈ പേപ്പട്ടിയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ ലൈലയ്ക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ കോൺഷുവിന്റെ അവതാരം ആയതുകൊണ്ട് സ്റ്റീവന് മാത്രമാണ് ഈ പേപ്പട്ടിയെ കാണാൻ പറ്റുന്നുള്ളൂ. ഓടി വരുന്ന പേപ്പട്ടി സ്റ്റീവനെ കൊണ്ട് നേരെ ചില്ല് പൊളിച്ച് താഴേക്ക് ചാടുവാണ്. താഴേക്ക് വീണുകൊണ്ടിരിക്കുന്ന സ്റ്റീവന് അടിയിൽ ചെന്ന് വീണ പ്രശ്നമാവെന്ന് അറിയാം. അവൻ പെട്ടെന്ന് പേടിച്ചറികൊണ്ട് സ്യൂട്ട് പുറത്തു വരട്ടെ എന്ന് പറയുവാണ്. പിന്നെ സ്റ്റീവൻ താഴെ ചെന്ന് നിൽക്കുന്നത് സ്റ്റീവനായിട്ടല്ല, മിസ്റ്റർ നൈറ്റ് ആയിട്ടാണ്. ഇപ്പൊ പലർക്കും ഒരു സംശയം തോന്നും, എന്താണ് സംഭവിച്ചത്? സ്റ്റീവന് പുതിയൊരു സ്യൂട്ട് കിട്ടി, പക്ഷെ ഇത് മൂൺ നൈറ്റിന്റെ സ്യൂട്ടല്ല. ഇത് കുറെ വ്യത്യാസമുള്ള ഒരു കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട ജെന്റിൽമാൻ ടൈപ്പ് ആയിട്ടുള്ള ഒരാളുടെ സ്യൂട്ടാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. കോൺഷുമായിട്ട് എന്തോ ഒരു കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് മാർക്ക് എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയാണ്. പക്ഷെ ബോഡി എപ്പോഴും സെയിം തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ ബോഡിയിലുള്ള പേഴ്സണാലിറ്റികൾക്ക് കോൺഷുവിന്റെ പവർ ഉപയോഗിച്ച് ഒരു സ്യൂട്ട് വരുത്താനും പ്രത്യേക പവറുകൾ ഉപയോഗിക്കാനും പറ്റും. ഇത്രയും നാൾ മാർക്കാണ് അങ്ങനെ സ്യൂട്ട് പുറത്തേക്ക് എടുത്ത് മൂൺ നൈറ്റിന്റെ പവറുകൾ ഉപയോഗിക്കാറുള്ളത്. ഈ മാർക്കിന്റെയും സ്റ്റീവന്റെയും സ്വഭാവം വേറെ വേറെ പോലെയാണ്. അവരുടെ കാഴ്ചപ്പാടുകൾ വേറെയാണ്. അപ്പൊ ഏത് പേഴ്സണാലിറ്റിയാണോ ആ സമയത്ത് ബോഡിയെ കൺട്രോൾ ചെയ്യുന്നത്, അവരുടെ മെന്റാലിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു സ്യൂട്ട് ആയിരിക്കും പുറത്തേക്ക് വരുന്നത്. മാർക്ക് എന്ന് പറയുന്നത് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കില്ലറാണ്, ഫൈറ്ററാണ്. അതുകൊണ്ട് തന്നെ അവൻ ഉപയോഗിക്കുന്ന സ്യൂട്ട് വരുമ്പോൾ അത് മൂൺ നൈറ്റിന്റെ പോലെയുള്ള ഒരു സ്യൂട്ട് ആയിട്ടാണ് വരിക. നല്ല ഫൈറ്റിനൊക്കെ പറ്റിയ സ്യൂട്ട്. അതിലവന് സ്വന്തമായിട്ട് കൂർത്ത ആയുധങ്ങളൊക്കെ ഉണ്ടാവും. ആക്രമണങ്ങളെയും വെടിയുണ്ടകളെയും ഒക്കെ തടയാനായിട്ട് അവന്റെ സ്യൂട്ടിൽ തന്നെ പല സെറ്റപ്പും ഉണ്ടാവും. പക്ഷെ നമ്മുടെ സ്റ്റീവൻ അങ്ങനെയല്ല. അവൻ സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഫൈറ്റ് ചെയ്യാൻ അവന് വലിയ ആഗ്രഹമില്ല. അവനൊരു ജെന്റിൽമാൻ ടൈപ്പ് ആളാണ്. അവനൊരു കില്ലറോ ഫൈറ്ററോ ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ അവൻ സ്യൂട്ട് പുറത്തു വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ വരുന്നത് അവന്റെ മെന്റാലിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു സ്യൂട്ട് ആയിരിക്കും. അതാണ് നിങ്ങൾ ഈ കാണുന്ന പുതിയ സ്യൂട്ട്. മാർക്കിന്റെ ആ സ്യൂട്ടിനെ മൂൺ നൈറ്റ് സ്യൂട്ട് എന്നാണ് പറയുകയെങ്കിൽ ഇതിനെ മിസ്റ്റർ നൈറ്റ് സ്യൂട്ട് എന്നാണ് പറയുക. അത് മാർക്കിന്റെ സ്യൂട്ട്, ഇത് സ്റ്റീവന്റെ സ്യൂട്ട്. പിന്നെ സ്റ്റീവൻ ആദ്യമായിട്ടാണ് ഈ സ്യൂട്ട് പുറത്തെടുക്കുന്നത്. അവൻ ഇതിനു മുന്നേ വലിയ ഫൈറ്റിംഗ് പരിചയമോ അങ്ങനെ ഒന്നും തന്നെയില്ല. പക്ഷെ സ്യൂട്ട് പുറത്തെടുത്തത് കൊണ്ട് അവൻ താഴെ വീണ് മരിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ സ്യൂട്ടിൽ നിന്ന് അവന് കിട്ടുന്ന ആയുധങ്ങൾ പോലും ഒട്ടും കൂർത്തതല്ല. 2 സിൽവർ വടികളാണ് അല്ലെങ്കിൽ സിൽവർ സ്റ്റിക്കുകളാണ് അവൻ ആയുധമായിട്ട് എടുക്കാൻ പറ്റുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, സ്റ്റീവന്റെ മെന്റാലിറ്റി ആരെയും ഉപദ്രവിക്കരുത്, മുറിവേൽപ്പിക്കരുത്, കൊല്ലരുത് എന്നൊക്കെയാണ്. ചോരക്കളി അവന് ഇഷ്ടമല്ല. പക്ഷെ ആവശ്യം വന്ന 1-2 പേരെ അടിച്ചോടിക്കാനെങ്കിലും പറ്റണമല്ലോ. അപ്പൊ അതിന് പറ്റിയ വലിയ മൂർച്ചയൊന്നും ഇല്ലാത്ത 2 സിൽവർ സ്റ്റിക്കുകളാണ് അവൻ ആയുധമായിട്ട് എടുക്കാൻ പറ്റുന്നത്. പിന്നെ കുറെ പേര് കമന്റ് ചോദിച്ചിരുന്നു, ഈ പല പേഴ്സണാലിറ്റി പുറത്തേക്ക് വരുന്നതും അതിന് അനുവാദം ചോദിക്കേണ്ടതും ചോദിക്കേണ്ടാത്തതുമായിട്ടുള്ള സന്ദർഭങ്ങൾ. അത് നല്ലൊരു ചോദ്യമാണ്. പക്ഷെ അത് ഈ എപ്പിസോഡിൽ പറയാൻ പറ്റില്ല. പിന്നെ സ്റ്റീവൻ ഈ സ്യൂട്ട് എങ്ങനെ പുറത്തെടുക്കാൻ പറ്റിയെന്ന് ചോദിച്ചാൽ അവൻ മാനസികമായിട്ട് സ്യൂട്ട് വേണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റിലാണ് സ്യൂട്ട് പുറത്തേക്ക് വരുന്നത്. മാർക്ക് പുറത്തേക്ക് വരരുതെന്നും സ്റ്റീവൻ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ 2 ചിന്തകളും കൂടി ആയപ്പോ മാർക്കിന് പുറത്തേക്ക് വരാനും പറ്റുന്നില്ല, എന്നാൽ സ്റ്റീവന് സ്യൂട്ട് കിട്ടുകയും ചെയ്യണം. അങ്ങനെയാണ് ഈ പുതിയൊരു സ്യൂട്ട് ഉണ്ടാവുന്നത്. മാത്രമല്ല സ്റ്റീവൻ വീഴുന്ന സമയത്ത് അവന്റെ തല ശക്തിയായിട്ട് അവിടെയുള്ള ഒരു കമ്പി ചെന്നിടിക്കുന്നുണ്ട്. ആ ഒരു മൊമെന്റിന് കൂടി ഈ സ്യൂട്ട് പുറത്തേക്ക് വരാൻ ഏതോ ഒരു തരത്തിൽ കാരണമായിട്ടുണ്ട്. തലയ്ക്ക് ശക്തമായിട്ട് അടി കിട്ടിയപ്പോ സ്റ്റീവൻ ശരിക്കും അപകടത്തിൽപ്പെടാൻ പോവാണെന്ന് അവന്റെ ബോഡിക്ക് പോലും മനസ്സിലായിട്ടുണ്ടോ. സ്യൂട്ട് പുറത്തേക്ക് വരുന്ന പ്രോസസ്സിനെ അത് സ്പീഡപ്പ് ആക്കി. നമ്മുടെ പാവം സ്റ്റീവൻ നേരെ അടി വന്ന് ഒരു സൂപ്പർ ഹീറോയെ പോലെ ലാൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവനിതൊന്നും പരിചയമില്ലല്ലോ. പാവം മുട്ടുകുത്തി നിലത്ത് വീഴുവാണ്. പക്ഷെ എണീറ്റ് നോക്കിയപ്പോൾ അവന് മനസ്സിലായി എന്തൊക്കെയോ മാറ്റമുണ്ട്. തന്റെ ബോഡിയിൽ ഒരു സ്യൂട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത്ര ഉയരത്തെയും താഴെ വീണിട്ടും താൻ ചത്തിട്ടില്ല. ഈ സമയത്ത് റിഫ്ലക്ഷൻ ഈ മാർക്ക് വരുവാണ്. നീ എന്താ ഇട്ടിരിക്കുന്ന സ്റ്റീവൻ? എന്ത് ഡ്രസ്സാ ഇത്? എനിക്കറിയില്ല മാർക്ക്, ഞാനൊരു സ്യൂട്ട് വേട്ടെന്ന് വിചാരിച്ചപ്പോ ഈ സ്യൂട്ട് പുറത്തേക്ക് വന്ന്. ഇത് ആക്ച്വലി ഖോൺഷുവിന്റെ അമ്പലത്തില് ഓരോ ആചാരങ്ങൾക്ക് വേണ്ടി ഇടുന്ന സ്യൂട്ടാ. അതാ നീ ഇപ്പൊ പുറത്ത് വരുത്തിയിരിക്കുന്നത്.
പക്ഷെ എനിക്ക് സ്യൂട്ട് പുറത്തു വരുത്തി പരിചയമൊന്നും ഇല്ലല്ലോ. ഇതിപ്പോ ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല ഇങ്ങനത്തെ ഒരു സ്യൂട്ട് വന്നത്. ഇതൊക്കെ അറിയാതെ തന്നെ നടന്നു പോയതാ. പക്ഷെ എനിക്ക് ഈ സ്യൂട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു ജെന്റിൽമാൻ ലുക്കൊക്കെ ഉണ്ട്. ഈ ടൈ കുറച്ചും കൂടി നല്ലതാക്കുമായിരുന്നു. ഓക്കെ സ്റ്റീവൻ, ആ സ്കാരബ് എവിടെ? എന്നെ പുറത്തേക്ക് വിട്ടിരുന്നെങ്കിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ. സ്റ്റീവൻ സ്കാരബ് തപ്പി നോക്കുമ്പോൾ അവന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള 2 സിൽവർ സ്റ്റിക്കുകളാണ് കിട്ടുന്നത്. അതും സ്റ്റീവൻ ഇഷ്ടപ്പെട്ടു. അതിന്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ അപ്പോഴേക്കും എന്തോ വന്ന് സ്റ്റീവൻ ഇടിച്ചു തെറിപ്പിക്കുവാണ്. അത് ആ പേപ്പട്ടിയായിരുന്നു. ലൈല സ്റ്റീവൻ എന്താ പറ്റിയെന്ന് അറിയാൻ ഒരു വിധത്തിൽ താഴേക്ക് ഇറങ്ങുവാണ്. അപ്പോഴാണ് അവിടുത്തെ മതിലൊക്കെ പൊളിച്ച് സ്റ്റീവൻ ആ പേപ്പട്ടി ചവിട്ടി തെറിപ്പിക്കുന്നത്. നിലത്ത് വന്ന് വീണ സ്റ്റീവൻ എഴുന്നേക്കാൻ വേണ്ടി ഒരു കാറിൽ പിടിക്കുന്നുണ്ട്. പക്ഷെ അവൻ പിടിച്ച ഭാഗം ആകെ ചളുങ്ങി പോവാണ്. അതിന്റെ അർത്ഥം എന്താ? സ്റ്റീവൻ ഇപ്പൊ പഴയ പോലെയല്ല, മിസ്റ്റർ നൈറ്റായി മാറി കഴിഞ്ഞപ്പോ അവൻ നല്ല പവർഫുൾ ആയിട്ടുണ്ട്. ലൈലയ്ക്ക് ഈ പുതിയ സ്യൂട്ട് കണ്ടു പരിചയമില്ല. അവൾക്ക് മാർക്കിടാറുള്ള മൂൺ നൈറ്റ് സ്യൂട്ടാണ് ശരിക്കും പരിചയമുള്ളൂ. ഈ സമയത്ത് പേപ്പട്ടി വന്ന് വീണ്ടും സ്റ്റീവനെ ആക്രമിക്കാൻ തുടങ്ങി. അത് സ്റ്റീവനെ വായുവിലേക്ക് ഇങ്ങനെ ഉയർത്തുവാണ്. ഇത് കണ്ട് ലൈല ഞെട്ടിപ്പോയി. കാരണം ലൈലയ്ക്ക് ആ പേപ്പട്ടിയെ കാണാൻ പറ്റുന്നില്ല. നമ്മുടെ സ്റ്റീവൻ ഈ സ്യൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് പേപ്പട്ടി കടിച്ച് മുറിവൊന്നും ഏൽക്കുന്നില്ലെങ്കിലും അവനെ തിരിച്ചിടിക്കാനൊന്നും അറിയില്ലല്ലോ. പാവം നിന്ന് ഇടികൊള്ളുവാണ്, കടികൊള്ളുവാണ്. ഈ സമയത്ത് എന്താണിത് ശരിക്കും എന്ന് അറിയാൻ വേണ്ടി ലൈല കുറച്ച് വെള്ളം എടുത്ത് അങ്ങോട്ട് ഒഴിക്കുവാണ്. ആ വെള്ളം വീണ ഭാഗത്ത് അവൾക്ക് ആ പേപ്പട്ടിയെ കാണാൻ പറ്റി. ഇപ്പൊ ദേഷ്യം വന്ന പേപ്പട്ടി രണ്ടുപേരെയും പിടിച്ച് മുകളിലേക്ക് പൊക്കി നിലത്തടിക്കാൻ തുടങ്ങി. ലൈല തിരിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പേപ്പട്ടി അവളെ കാലേവാരി നിലത്തടിച്ച് കാലി പിടിച്ച് മുകളിലേക്ക് ഉയർത്തുവാണ്. ഇത് കണ്ടപ്പോൾ സ്റ്റീവന് ദേഷ്യം വന്നു. ഞാൻ പറഞ്ഞല്ലോ, അവന് ലൈലയോട് ഒരു ക്രഷ് ഉണ്ട്. സ്റ്റീവൻ വലിയ കാര്യത്തിൽ പേപ്പട്ടി ഇടിക്കാൻ വേണ്ടി ഒരു സാധനം എടുത്തുകൊണ്ട് വരുന്നുണ്ട്. പക്ഷെ ആ സാധനം വെച്ച് തന്നെ പേപ്പട്ടി അവൻ ഇടിച്ച് തെറിപ്പിച്ചു. ഇപ്പൊ രണ്ടുപേരും 2 സൈഡിൽ പഞ്ഞി കിടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മാർക്ക് റിഫ്ലക്ഷനിൽ കൂടെ ദയവ് ചെയ്ത കൺട്രോൾ ഇപ്പോഴെങ്കിലും ഒന്ന് താന്ന് പറയുന്നുണ്ട്. സ്റ്റീവനെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് മാർക്കിന് മനസ്സിലായി. പക്ഷെ സ്റ്റീവൻ ഒന്ന് ആലോചിച്ച് നോക്കുവാണ്. തനിക്കൊന്ന് തിരിച്ചിടിച്ച് നോക്കിക്കൂടെ? ഇപ്പൊ തനിക്ക് പവർ ഉണ്ട്, ഈ സ്യൂട്ടും ഉണ്ട്, പിന്നെ മാർക്കിന്റെ ആവശ്യം ഞാൻ തന്നെ മതി ഇതിനൊക്കെ. അങ്ങനെ വിചാരിച്ച് സ്റ്റീവൻ അങ്ങോട്ട് എഴുന്നേക്കുവാണ്. എന്നിട്ട് ലൈലയുടെ അടുത്തുനിന്ന് പേപ്പട്ടിയോട് മാറി പോകാൻ പറയുന്നു. ധൈര്യം ഉണ്ടെങ്കിൽ നേർക്ക് നേരെ വന്ന ആണുങ്ങളോട് മുട്ടറ എന്നൊന്നും സ്റ്റീവൻ പറയുന്നില്ല. അത് ഞാൻ മലയാളത്തിലൊരു ഡയലോഗ് പറഞ്ഞതേ ഉള്ളൂ. നിന്നെ ഞാൻ കാണിച്ചു തരാടാ പേപ്പട്ടി. നീ മുട്ടാൻ പോകുന്നത് ഒരു സാധാരണക്കാരന്റെ കൂടെയാ. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് എ കോമൺ മാൻ. ശരിയാക്കി തരാടാ നിന്നെ ഞാൻ. ഇങ്ങനെ പറഞ്ഞ് സ്റ്റീവൻ ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുകയാണ്. പക്ഷെ പേപ്പട്ടി മുന്നിലേക്ക് ചാടി വന്നപ്പോ സ്റ്റീവൻ അങ്ങോട്ട് വിറച്ചു പോയി. ആ ഒരു മൊമെന്റിൽ അവൻ അറിയാതെ പേപ്പട്ടി ഒന്ന് ഇടിക്കുവാണ്. പക്ഷെ അവൻ ജസ്റ്റ് ഒന്ന് ഇടിച്ചപ്പോഴേക്കും ആ പേപ്പട്ടി ദൂരേക്ക് തെറിച്ചു പോയി. സ്റ്റീവന് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല. അവനാണ് അതിനെ ഇടിച്ച് തെറിപ്പിച്ചെന്ന്. എനിക്ക് ഇത്രയും പവർ ഉണ്ടായിരുന്നല്ലേ എന്ന് വിചാരിച്ച് സ്റ്റീവൻ ഹാപ്പി ആവുകയാണ്. അവൻ അവിടെ കിടന്ന് ഞാൻ ലൈഫിലായിട്ട് ആദ്യമായിട്ട് ഒരാൾ ഇടിച്ച് തെറിപ്പിച്ചെന്ന് പറഞ്ഞ് ഒച്ച ഉണ്ടാക്കാൻ തുടങ്ങി. എന്നിട്ട് ലൈലയോട് നീ അത് കണ്ടില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഇടി കൊണ്ട് ചാവുന്നതല്ല ആ പേപ്പട്ടി. അത് വീണ്ടും വന്ന് സ്റ്റീവനെ അടിച്ച് തെറിപ്പിക്കുവാണ്. ഇപ്പൊ സ്റ്റീവൻ ചെന്ന് കഴിയുന്ന ബസ്സിൽ GRC എന്ന് എഴുതിയിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് ഓർത്ത് വെക്കണം. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ അതിനെപ്പറ്റി പറയാം. ഇപ്പൊ അവിടെ കൂടി നിൽക്കുന്ന ആളുകളും ഈ ഫൈറ്റ് കാണുന്നുണ്ട്. അവർക്ക് ഈ സ്യൂട്ട് ഇട്ട് നിൽക്കുന്ന സ്റ്റീവനെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ പേപ്പട്ടി അവർക്കും കാണാൻ പറ്റില്ല. അവർ വിചാരിക്കുന്നത് ഏതോ ഒരു കുടിയൻ ഇങ്ങനെ സ്യൂട്ട് ഇട്ട് വന്ന് കുടിച്ച് പാമ്പായി ഇങ്ങനെ കാണിക്കുന്നു എന്നാണ്. പേപ്പട്ടി സ്റ്റീവനെ പിടിച്ച് ബസ്സിൽ ഞാൻ ഇടിക്കാൻ തുടങ്ങി. ബസ്സിന്റെ ഉള്ളിലിരിക്കുന്നവർക്കും കണ്ടിട്ട് കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് അവിടെ നിന്ന് വരുന്നൊരു കാറ് സ്റ്റീവനെ ഇടിച്ച് തെറിപ്പിക്കുവാണ്. മിസ്റ്റർ നൈറ്റ് ആയിരിക്കുന്നത് കൊണ്ട് കാർ ഇടിച്ചിട്ടും സ്റ്റീവനൊന്നും പറ്റിയിട്ടില്ല. അവൻ പതുക്കെ ബസ്സിൽ പിടിച്ച് എഴുന്നേക്കുന്നു. അവിടെ ബസ്സിന്റെ റിഫ്ലക്ഷനിൽ മാർക്കിനെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ സ്റ്റീവൻ ഏറെക്കുറെ മനസ്സിലായി മാർക്കിന് ബോഡിയുടെ കൺട്രോൾ കൊടുത്തില്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കുഴപ്പത്തിലാവുമെന്ന്. എന്ത് പറ്റി സ്റ്റീവൻ, ഇപ്പോഴേ വയ്യാതെയോ? നീ അതിന് കൊടുത്ത ആദ്യത്തെ ഇടി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഈ ഫൈറ്റ് അവസാനിക്കില്ല. നിനക്ക് ഫൈറ്റ് ചെയ്ത് പരിചയമില്ല സ്റ്റീവൻ. എന്തായാലും നിങ്ങളുടെ ഫൈറ്റിന്റെ ഇടയ്ക്ക് പാവപ്പെട്ട ജനങ്ങൾക്കും പരിക്കേൽക്കും. അതുകൊണ്ട് തൽക്കാലം ബോഡിയുടെ കൺട്രോൾ എനിക്ക് താ. കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഓക്കെ മാർക്ക്, ഇപ്പൊ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മാത്രം തൽക്കാലത്തേക്ക് മാത്രം ഇപ്പൊ നീ എന്റെ ബോഡിയുടെ കൺട്രോൾ എടുത്തോ. അങ്ങനെ സ്റ്റീവൻ പറഞ്ഞതും ഒരു ബാധ കേറുന്നത് പോലെ മാർക്ക് സ്റ്റീവന്റെ ബോഡിയിലേക്ക് അങ്ങോട്ട് കേറുവാണ്. ഇനി സ്റ്റീവനില്ല, ഇനി മാർക്കും മൂൺ നൈറ്റ് എന്ന് പറയുന്ന ഖോൺഷുവിന്റെ അവതാരവും മാത്രമാണ് നമ്മൾക്ക് മുന്നിലേക്ക് വരാൻ പോകുന്നത്.
ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുത്ത് കഴിഞ്ഞ ഉടനെ അവന്റെ കണ്ണുകൾ ചന്ദ്രനെ പോലെ പ്രകാശിക്കാൻ തുടങ്ങി. ഖോൻഷുവിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ സൂപ്പർ പവറുകൾ ഉപയോഗിച്ച് അവൻ മൂൺ നൈറ്റ് സ്യൂട്ട് പുറത്തെടുക്കുകയാണ്. ഇത്രയും കിടിലൻ കോസ്റ്റ്യൂം MCUവിൽ അധികമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. മൂൺ നൈറ്റിന്റെ പ്രധാന ആയുധം എന്ന് പറയുന്നത് അവന്റെ നെഞ്ചിലായിട്ട് വെച്ചിരിക്കുന്ന ചന്ദ്രന്റെ എംബ്ലം ആണ്. അത് ആക്ച്വലി ക്രസന്റ് ബ്ലേഡ്സ് അല്ലെങ്കിൽ മൂൺ ബ്ലേഡ്സ് എന്നാണ് പറയുക. അത് എത്ര എണ്ണം ഉണ്ടെന്ന് അറിയില്ല. ഓരോ വട്ടം അത് നെഞ്ചിൽ നിന്ന് എടുക്കുമ്പോഴും അടുത്ത ഒരെണ്ണം അവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് ക്രിയേറ്റ് ആവുന്നുണ്ട്. ചിലപ്പോൾ അൺലിമിറ്റഡ് ആയിട്ട് മൂൺ നൈറ്റ് ഇനി ആയത് ഉപയോഗിക്കാൻ പറ്റുമായിരിക്കും. എന്തായാലും ഇവിടെ വെച്ച് ഫൈറ്റ് ചെയ്യുന്നത് നല്ലതല്ലെന്ന് മനസ്സിലായപ്പോ ലൈല പറഞ്ഞ അനുസരിച്ച് മൂൺ നൈറ്റ് ആ പേപ്പട്ടിയെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. മൂൺ നൈറ്റ് ഓടുമ്പോൾ പിന്നാലെ ഫോളോ ചെയ്ത് ആ പേപ്പട്ടിയും വരുന്നുണ്ട്. മൂൺ നൈറ്റ് അങ്ങനെ ബിൽഡിങ്ങിന്റെ മുകളിൽ കൂടെയൊക്കെ ചാടി പിടിച്ചു കയറി ഓടി ജക്കാളിന് തന്റെ പിന്നാലെ ഇങ്ങനെ വരുത്തിക്കൊണ്ടേയിരിക്കുവാണ്. തീർച്ചയായിട്ടും അവൻ എന്തോ ഒരു പ്ലാൻ ഉണ്ട്. അങ്ങനെ കുറെ ദൂരം എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ നിന്നു. പേപ്പട്ടി നേരെ അവന്റെ മേലേക്ക് ചാടി. മൂൺ നൈറ്റ് ആ പേപ്പട്ടിയെ പിടിച്ചെടുത്ത് നേരെ താഴെയുള്ള കൂർത്ത ഷേപ്പുള്ള ഒരു സംഭവത്തിലേക്ക് ഇടിച്ചിറക്കി കോർത്ത് വെക്കുവാണ്. ഇതിന്റെ ഇടയ്ക്ക് അവന്റെ മൂൺ ബ്ലേഡ് വെച്ച് പേപ്പട്ടിയെ നല്ല രീതിയിൽ അറ്റാക്കും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടുമായപ്പോ പേപ്പട്ടി ചത്തുപോയി. മറ്റൊരു ഡയമെൻഷനിലെ ആയതുകൊണ്ട് ചത്തു കഴിഞ്ഞ ഉടനെ അത് പൊടിയായിട്ട് വായുവിലേക്ക് ലയിക്കുവാണ്. മൂൺ നൈറ്റ് കൈ ഉയർത്തിയതും ആ ജീവിയെ കൊല്ലാൻ ഉപയോഗിച്ച മൂൺ ബ്ലേഡ്സ് അവന്റെ കയ്യിലേക്ക് തിരിച്ച് പറന്നു വരുവാണ്. എന്തായാലും ഫൈറ്റ് കഴിഞ്ഞപ്പോ മൂൺ നൈറ്റിന്റെ രൂപം മാറി വീണ്ടും മാർക്ക് പുറത്തേക്ക് വരുന്നു. പക്ഷെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഇടയ്ക്ക് ആ ഗോൾഡൻ സ്കാരബ് എവിടെയോ വീണ് മിസ്സായി. മാർക്കിന് ആകെ ദേഷ്യം വന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും നാൾ അലഞ്ഞത്. ഈ സ്കാരബ് ഹാരോ എടുക്കാതിരിക്കാൻ വേണ്ടി മാർക്കിന് ദേഷ്യം വന്നിട്ട് അലറാൻ തുടങ്ങി. ഈ സമയത്ത് എവിടെയോ വീണ് എടുക്കുന്ന ഈ ഗോൾഡൻ സ്കാരബ് ഒരു വയസ്സായ ആൾ വന്ന് എടുക്കുവാണ്. ആ സമയത്താണ് അങ്ങോട്ട് മിസ്റ്റർ ഹാരോ വരുന്നത്. എന്നിട്ട് അയാളോട് അത് തന്നേക്കാൻ പറയുന്നു. അയാൾ അത് കൊടുക്കുകയും ചെയ്തു. പക്ഷെ ഗോൾഡൻ സ്കാരബ് കിട്ടിയ ഉടനെ മിസ്റ്റർ ഹാരോ അയാളെ ഒരു പ്രത്യേക രീതിയിൽ കൈ പിടിച്ച് കൊന്നുകളയുവാണ്. ഈ സമയത്ത് ഹാരോ അമിത്തിന്റെ മാന്ത്രിക വടി ഉപയോഗിച്ചില്ല. അപ്പൊ എങ്ങനെയാണ് കൊന്നത്, എന്തിനാണ് കൊന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഒരുപക്ഷെ അയാളെയും ജഡ്ജ് ചെയ്തായിരിക്കാൻ കൊന്നത്. എന്തായാലും ഈ കാഴ്ച ലൈല കാണുന്നുണ്ട്. അവൾ പെട്ടെന്ന് അവിടുന്ന് വണ്ടി എടുത്ത് പോയി. പക്ഷെ ലൈല ഇത് കണ്ട കാര്യം മിസ്റ്റർ ഹാരോയും കാണുന്നുണ്ട്. ഈ സമയത്ത് വിഷമവും ദേഷ്യവും കാരണം ഇരിക്കുന്ന മാർക്കിന്റെ അടുത്തേക്ക് അവിടെയുള്ള കണ്ണാടിയിലെ റിഫ്ലക്ഷനിൽ കൂടെ സ്റ്റീവൻ സംസാരിക്കാൻ തുടങ്ങി. മാർക്ക്, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ശരീരത്തിന്റെ ഉള്ളിൽ പുറത്തിറങ്ങാൻ പറ്റാതിരിക്കുമ്പോൾ എങ്ങനെ ഫീൽ ആവാന്ന്. എനിക്കിപ്പോൾ അത് അറിയാൻ പറ്റുന്നുണ്ട്. അതെ സ്റ്റീവൻ, പക്ഷെ നിനക്ക് കുഴപ്പമൊന്നുമില്ല. ആദ്യമായിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ തന്നെ തോന്നുന്നു. അത് ശരിയായിക്കോളും. എനിക്ക് എന്റെ ബോഡി അനക്കാൻ പറ്റാത്ത പോലെ തോന്നുന്നു, ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെ. അത് കുഴപ്പമില്ല, നീ സമാധാനമായിട്ടിരിക്കും. മാർക്ക് ഇപ്പോൾ കുറെ നാളായോ എന്റെ ഉള്ളിങ്ങനെ എന്റെ ബോഡിയുടെ ഉള്ളിങ്ങനെ അടച്ചിട്ട പോലെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായോ? ഇതൊക്കെ എത്ര നാളായി തുടങ്ങിയിട്ട്? അറിയില്ല സ്റ്റീവൻ, എന്റെ ഓർമ്മ വെച്ച് ഒരുപാട് നാളായി. ഞാനത് ഓർക്കുന്നില്ല. അപ്പോൾ നീ ശരിക്കും കഷ്ടപ്പെട്ടിട്ടുണ്ടാവല്ലേ ഇങ്ങനെ അടച്ചിട്ട പോലെ ഉള്ളിരിക്കാൻ? എനിക്കിത് വേണ്ട മാർക്ക്, എനിക്കിത് ഇഷ്ടപ്പെടുന്നില്ല. എനിക്ക് എന്റെ ബോഡി തിരിച്ചതാ. ഐ എം സോറി സ്റ്റീവൻ, ബോഡി ഇപ്പൊ തിരിച്ചു തരാൻ എനിക്ക് പറ്റില്ല. ചില കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്. ഐ എം റിയലി സോറി. പക്ഷെ നേരത്തെ എങ്ങനെയല്ലല്ലോ പറഞ്ഞത്? ആ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ ബോഡി തന്നത്. ഫൈറ്റ് ചെയ്യുമ്പോൾ ബോഡി തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഇത് ശരിയാവില്ല. എനിക്ക് എന്റെ ബോഡി തിരിച്ചു വേണം. ഞാൻ എന്റെ ബോഡി ഇപ്പൊ തന്നെ തിരിച്ചെടുക്കാൻ പോവാ. അങ്ങനെ പറഞ്ഞ് സ്റ്റീവൻ അവന്റെ ബോഡിയുടെ കൺട്രോൾ ഏറ്റെടുക്കാൻ ശ്രമിക്കുവാണ്. പക്ഷെ അവനെ കൊണ്ട് അത് പറ്റുന്നില്ല. നീ അതിന് ശ്രമിച്ചിട്ട് കാര്യമില്ല സ്റ്റീവൻ. അങ്ങനെ ഇഷ്ടമുള്ളപ്പോഴൊക്കെ നമുക്ക് ബോഡി ഏറ്റെടുക്കാൻ പറ്റില്ല. അപ്പൊ ബോഡിയുടെ കൺട്രോൾ ആർക്കാണോ ഉള്ളത് അയാളായിരിക്കും സ്ട്രോങ്. ഉള്ളിലുള്ള ആൾക്ക് വലിയ പവർ ഉണ്ടാവില്ല അല്ലേ? പക്ഷെ നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല മാർക്ക്. എപ്പോഴും നിനക്ക് എന്നെ ഇങ്ങനെ ഉള്ളിൽ അടച്ചു വയ്ക്കാൻ പറ്റില്ല. നിനക്കതിനൊരു അവകാശമില്ല. എൻ്റെ മുഴുവൻ ജീവിതം നീ കാരണം പ്രശ്നത്തിലായി. എനിക്കൊരു പെണ്ണിൻ്റെ കൂടെ ഡേറ്റിന് പോകാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ ഒരു ഗോൾഡ് ഫിഷിനെ പോലും മര്യാദയ്ക്ക് വളർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല. എൻ്റെ ജോലി പോയി. ഇതിനൊക്കെ നീയാണ് കാരണം. ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ ഒരു പുഴുവിനെ പോലെ എൻ്റെ ജീവിതത്തിൽ വന്ന് എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ദയവ് ഇതൊന്ന് പോയി താ. നോക്ക് സ്റ്റീവൻ, ഞാനും കോൺഷും തമ്മിലുള്ള കരാർ അവസാനിക്കുമ്പോൾ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തീരുമ്പോൾ ഞാനായിട്ട് തന്നെ പോയി തരാം. പിന്നെ നീ ഒരിക്കലും എന്റെ സൗണ്ട് കേൾക്കില്ല. നിനക്ക് ഒരിക്കലും എന്നെ കാണേണ്ടി വരില്ല. നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളുടെ ബോഡിക്ക് വളരെ പരിക്കേറ്റ ഒരു സമയത്ത് അപ്പോഴാണ് ഞാൻ കോൺഷുമായിട്ട് ഒരു കരാറിൽ ഏർപ്പെട്ടത്. അതുകൊണ്ടാണ് നമ്മളിപ്പോഴും ജീവനോട് ഇരിക്കുന്നത്. കോൺഷുവാണ് നമ്മുടെ ജീവൻ തിരിച്ചു തന്നത്. അതുകൊണ്ട് നമ്മൾ കോൺഷിനോട് കടപ്പെട്ടിരിക്കുന്നു. എന്റെ ശരീരവും മനസ്സും അവന്റെ സേവനത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ ഒരിക്കലും അത് തീരും, കരാർ അവസാനിക്കും. അന്ന് ഞാൻ പോയിക്കോളാം. പക്ഷെ മാർക്ക്, ഇതൊന്നും എനിക്കറിയില്ലല്ലോ. ഞാൻ കോൺഷുമായിട്ട് ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല. നീ ചെയ്യുന്ന കുറ്റങ്ങൾക്കും നീ ചെയ്യുന്ന കൊലപാതകങ്ങൾക്കൊക്കെ ഞാനാണ് കുറ്റക്കാരനാവാൻ പോകുന്നത്. നിന്റെ കയ്യിലുള്ള ചോര എന്റെ കയ്യിലും കൂടിയാണ് ആവുന്നത്. നീ എപ്പോഴും കുഴപ്പം മാത്രമേ ഉണ്ടാക്കൂ. നീ തൊടുന്നൊക്കെ നശിച്ചു പോയിക്കൊണ്ടിരിക്കും. നീ ആളുകളുടെ ജീവിതം നശിപ്പിക്കും. നീ ആളുകളെ ഇടിക്കും, കൊല്ലും. നീ നിന്റെ വൈഫിനെ പോലും ഉപേക്ഷിച്ചതല്ലേ? അവളെ ഡിവോഴ്സ് ചെയ്യാൻ നോക്കിയാളല്ലേ നീ? ഹേയ്, അവളെ പറ്റി നീ പറയണ്ട. നിനക്ക് ഞങ്ങളെ പറ്റി ഒന്നും അറിയില്ല. അവളുടെ നല്ലതിന് വേണ്ടി ഞാൻ അവളെ മാറ്റി നിർത്തിയേ. അവൾക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി, എന്റെ ശത്രുക്കൾ അവളുടെ പിന്നാലെയും വരാതിരിക്കാൻ വേണ്ടി. നിനക്കത് മനസ്സിലാവില്ല. അത് മാത്രമല്ല, ഖോൻഷുവിന് ലൈലയുടെ മേലെ ഒരു കണ്ണുണ്ട്. ഖോൻഷു പറയുന്ന പണികൾ ഞാൻ ചെയ്യാതിരുന്നാൽ ചിലപ്പോൾ ലൈലയെ ഖോൻഷു അവന്റെ അടുത്ത അവതാരമാക്കി മാറ്റും. അതുകൊണ്ടുകൂടിയാണ് ഞാൻ അവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ലൈലയെ വേദനിപ്പിക്കണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹമില്ല. ഇല്ല മാർക്ക്, നീ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല. നീ ഒരു നുണയനാ. നീ വിശ്വസിക്കാൻ കൊള്ളാത്തവനാ. നീ ഒരു വെറും കൊലപാതകി മാത്രമാണ്. സ്റ്റീവൻ, എന്റെ കൺട്രോൾ പോകുന്നുണ്ട്. നീ ഒന്നും മിണ്ടാതിരിക്കും. നീ എന്നെ പുറത്തു വിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. നിനക്കൊരു സമാധാനം ഞാൻ തരില്ല. നീ ഇനി ഒരാളെയും കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് കേട്ട് ദേഷ്യം വരുന്ന മാർക്ക് സ്റ്റീവനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞ് കണ്ണാടി കാണുന്ന അവന്റെ റിഫ്ലക്ഷനിലേക്ക് പലവട്ടം ഇങ്ങനെ ആഞ്ഞാഞ്ഞ് ചവിട്ടുവാണ്. അവൻ ആ കണ്ണാടി ചവിട്ടി പൊട്ടിച്ചു. ഇപ്പൊ ആ പൊട്ടിച്ചിലിന്റെ ഇടയിൽ കൂടെ അവർ രണ്ടുപേരും പരസ്പരം നോക്കുവാണ്. പെട്ടെന്ന് അങ്ങോട്ട് ഖോൻഷു വരുന്നു. നമ്മൾ തമ്മിലുള്ള കരാർ മറന്നുപോയോ മാർക്ക്? നീ എന്നെ സേവിക്കുന്നതിന്റെ ഇടയിൽ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ഇടയിൽ
സ്റ്റീവൻ ഇടയ്ക്ക് കയറി വരില്ലെന്ന് നീ എനിക്ക് വാക്ക് തന്നിരുന്നു, പക്ഷെ നീ ആ വാക്ക് തെറ്റിച്ചു. ഐ എം സോറി കോൺഷു, സ്റ്റീവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നമ്മൾക്കിടയിലുള്ള കരാറിലെ ഓരോ കാര്യങ്ങൾ നീ തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് മാർക്ക്. നീ എന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓർമ്മയില്ലേ നിനക്ക്? ആദ്യമായി നീ എന്റെ അടുത്ത് വരുമ്പോൾ മുറിവേറ്റ് ചാകാറായ ഒരുത്തൻ മാത്രമായിരുന്നു നീ. ഞാൻ നിനക്ക് പുതിയ ജീവൻ തന്നു. അതുകൊണ്ട് നിന്റെ ഈ ശരീരം നിന്റെ സ്വന്തമാണെന്ന് വിചാരിക്കണ്ട. നിന്റെ ശരീരം എനിക്കുള്ളതാണ്, എന്നെ സേവിക്കാൻ വേണ്ടി. അത് നീ മറക്കണ്ട. ഇനി സ്റ്റീവൻ ഇടയ്ക്ക് കയറാതിരിക്കാൻ നോക്കണം. അത് മാത്രമല്ല, ആ ഗോൾഡൻ സ്കാരബ് ഇപ്പൊ ഹാരോയുടെ കയ്യിലാ. അത് വീണ്ടെടുത്തേ പറ്റൂ. അതിന് നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. ആർതർ ഹാരോ ആ സ്കാരബ് ഉപയോഗിച്ച് അമിത്തിനടുത്ത് എത്തുന്നതിന് മുൻപ് തന്നെ നമ്മൾ അമിത്തിന്റെ അടുത്ത് എത്തും. മറ്റു വഴികൾ ഞാൻ കണ്ടുപിടിക്കും. ഞാൻ എന്റെ ശക്തിയുടെ പരമാവധി ഉപയോഗിച്ച് നിന്നെ സംരക്ഷിക്കുമെന്ന് നിനക്കറിയാമല്ലോ. കാരണം നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എന്റെ സേവകനാവാൻ വളരെ അനുയോജ്യനാണ്. ഞാൻ നിനക്ക് തരുന്ന ജോലികൾ നിനക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയല്ല, നമ്മൾ തമ്മിലുള്ള കരാർ തീർന്ന ഉടനെ എന്നെ ഫ്രീ ആക്കിയേ പറ്റൂ. ഇനി നമ്മൾ എവിടേക്ക് പോകേണ്ടത്? നീ ഒരു നല്ല പോരാളിയാണ് മാർക്ക്. നിന്നെയാണ് എനിക്ക് വേണ്ടത്. ഇനി നീ ഈ സ്ഥാനം ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിന്റെ പ്രിയപ്പെട്ടവളായിരിക്കാം അടുത്തതായി ഞാൻ തിരഞ്ഞെടുക്കുന്നത്. അത് വേണമെന്ന് നിനക്കും ആഗ്രഹമില്ലല്ലോ. അതുകൊണ്ട് അടുത്തതായിട്ട് പോകുന്ന സ്ഥലം നിനക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നിനക്കും പരിചയമുള്ള ഒരു സ്ഥലമാണത്. അങ്ങനെ പറഞ്ഞ് സീൻ ചേഞ്ച് ആവുന്നതും ഒരു റൂമാണ് കാണിക്കുന്നത്. അവിടെ കണ്ണാടിയുടെ റിഫ്ലക്ഷനിൽ നമുക്ക് സ്റ്റീവനെ കാണാൻ പറ്റുന്നുണ്ട്. ആ കണ്ണാടിയെ ചവിട്ടി പൊട്ടിച്ച പോലെയാണ് ഇരിക്കുന്നത്. അതായത് സ്റ്റീവൻ പുറത്തു വരണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ഓരോന്ന് പറഞ്ഞ് ഭ്രാന്ത് പിടിപ്പിച്ചപ്പോ മാർക്ക് ഈ കണ്ണാടിയും ചവിട്ടി പൊട്ടിച്ച് കാണും. അവിടെ പുറത്തായിട്ട് ഒരു ബിയറൊക്കെ എടുത്ത് അടിച്ച് നമ്മളുടെ മാർക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. മാർക്ക് പതുക്കെ എഴുന്നേറ്റ് നടന്നുപോയി. ജനാലയിലെ കർട്ടനുകൾ മാറ്റുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവൻ ഈജിപ്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഈജിപ്ഷ്യൻ ദൈവങ്ങളുടെ നാട്ടിൽ, പടുകൂറ്റൻ പിരമിഡുകളുടെ നാട്ടിൽ. ഇവിടെയാണ് ചരിത്രം ഉറങ്ങുന്നത്. അറബിക്കഥകളുടെ മായാലോകം എന്ന പോലെ നമ്മൾ ആ കഥയിലേക്ക് വീണ്ടും കടന്നു ചെല്ലാൻ പോവുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എപ്പിസോഡ് 2 ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ഓരോ എപ്പിസോഡുകളും ഇതിനേക്കാൾ മികച്ചതാണ്. അപ്പൊ ഞാൻ ഇനി എന്നായിരിക്കും അടുത്ത വീഡിയോ ഇടുന്നത്? ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ട് ആഴ്ചയിൽ ഒരു വീഡിയോ കിട്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത ഞായറാഴ്ച മറ്റോ ആയിരിക്കും അടുത്ത വീഡിയോ. ആഴ്ചയിൽ ഒരു വീഡിയോ കിട്ടുപോവുകയാണെങ്കിൽ എനിക്ക് വലിയ സ്ട്രെസ് എടുക്കാതെ ഇങ്ങനെ ചെയ്തു പോവാം. ബാക്കിയുള്ള എന്റെ കാര്യങ്ങളും കൂടെ തന്നെ ചെയ്തു പോകാൻ പറ്റുമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് ഞാൻ എടുക്കാറുള്ളത് പോലെ വലിയ ലോങ് ലീവ് ഒന്നും എടുക്കാതെ ആഴ്ചയിൽ ഇങ്ങനെ ഓരോ വീഡിയോ കിട്ടുപോകാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ വൺസ് അഗൈൻ ഇറ്റ്സ് മീ അമിത് സൈനിങ് ഔട്ട്.